ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചിട്ടുണ്ടല്ലേ? ഇല്ല സിസ്റ്റർ, അങ്ങനൊന്നുമില്ല. പിന്നെ ജാമിദ ടീച്ചർ എന്തെങ്കിലും വിശേഷം സംസാരിക്കാൻ പറ്റുമോ? ഷംസുക്ക, സുഖമാണ്. താങ്കളെ ഒരിക്കൽ കൂടി കണ്ടതിൽ വളരെ വളരെ സന്തോഷം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് താങ്കളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, സംവദിച്ചിട്ടുണ്ട്. നമ്മൾ പരസ്പരം കലഹിച്ചിട്ടുണ്ട് ഇസ്ലാമിനു വേണ്ടി. ഒരിക്കൽ കൂടി താങ്കളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. താങ്ക്സ്. എനിക്ക് നിങ്ങളെ പിന്നെ എന്താ പറയാ, നിങ്ങളിപ്പോ ഒരു അവസരം കിട്ടിയതിലും സന്തോഷം. വിളിച്ച് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖം തന്നെ അല്ല ജാമിദ ടീച്ചറെ? സുഖമാണ് ഷംസുക്ക, വളരെ സന്തോഷം. നന്നായി പോകുന്നു, കുഴപ്പമൊന്നുമില്ല. നിലപാടുകളിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. പഠനങ്ങളും നല്ല പുരോഗതിയുണ്ട്. പഠനങ്ങളും പഠിപ്പിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ തന്നെ പോകുന്നു. ഇനി നിങ്ങളിൽ നിന്നൊക്കെ കുറച്ച് പഠിക്കാം. നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും വികലമായതുണ്ടെങ്കിൽ, തെറ്റായതുണ്ടെങ്കിൽ, നിങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തുന്ന എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടെങ്കിൽ കേൾക്കാം, അറിയാം, പഠിക്കാം, തിരുത്താം. യാതൊരു മുൻധാരണകളും ഇല്ലാതെയാണ് വന്നിരിക്കുന്നത്. ഇല്ല, അങ്ങനൊന്നുമില്ല. പിന്നെ എനിക്ക് ഒരൊറ്റൊരു കാര്യം അറിഞ്ഞുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കുറെ കാലങ്ങള് മതത്തിനെ ഇപ്പൊ നിങ്ങള് ചെയ്യുന്ന പ്രവർത്തനോട് പിന്നെ നല്ല കാര്യം കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഉസ്താദന്മാർക്ക് എല്ലാ സ്ഥലങ്ങളിലും പോകാൻ പറ്റും. കള്ളുശാസ്ത്രത്തിൽ ചിലപ്പോ ഉസ്താദന്മാർക്ക് പോകാൻ പറ്റുക, പക്ഷെ അവിടെ ദാവാപ്രവർത്തനമായിട്ട് നിങ്ങൾക്ക് പോകാൻ ചില എത്തിപ്പെടാത്ത ഏരിയകളിൽ ഉസ്താദന്മാർക്ക് ചെല്ലാൻ പറ്റാത്ത ഭാഗങ്ങളിൽ ദൈവാപ്രവർത്തനമായിട്ട് ജാമിദ ടീച്ചർ പോലത്തെ ആൾക്കാർക്ക് പോകാൻ. പക്ഷെ ഇത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ജാമിദ ടീച്ചറുടെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ നിങ്ങള് പിന്നെ കുറെ കാലം മതമായിട്ട് ഫോളോ ചെയ്ത് നടന്ന്, മതം ഇല്ലാതെ ഇപ്പൊ ഫോളോ ചെയ്ത് നടക്കുന്നത്, ഇതിലേതാ ബെറ്റർ? നിങ്ങൾക്ക് ഏതാ? ഒരു മനുഷ്യന് മതത്തിനെ ഫോളോ ചെയ്ത് ജീവിക്കണോ, അല്ല മതമില്ലായ്മയിലൂടെ ജീവിക്കണോ? ഏതാ ബെറ്റർ? നിങ്ങളെ കാഴ്ചപ്പാട്. നിങ്ങൾ രണ്ട് യൂസ് ചെയ്താണല്ലോ. അപ്പൊ ആ അർത്ഥത്തിലൊരു ചോദ്യം നേരുന്നു. ആ ചോദ്യം തന്നെ അപ്രസക്തമാണ് ഷംസുക്ക. കാരണം ഞാൻ ഇന്നുള്ളത് ഏറ്റവും നല്ല ബോധ്യത്തിലാണ്. ആദ്യം എൻ്റെ മാതാപിതാക്കളിലൂടെ എനിക്ക് ലഭിച്ചതായിരുന്നു മതം. പിന്നീട് എൻ്റെ ഉസ്താദുമാരിലൂടെ എനിക്ക് ലഭിച്ചതാണ് മതപഠനം. പിന്നീട് ഞാൻ സ്വയം രണ്ടും വേർതിരിച്ചെടുത്തു. ഈ സമൂഹത്തിൽ ജീവിക്കാൻ മതം ആവശ്യമില്ല മനുഷ്യന്. പരസ്പരം വെറുക്കാൻ പഠിപ്പിക്കുന്നു, കൊല്ലാൻ പഠിപ്പിക്കുന്നു, പരസ്പരം മതം മാറ്റാനും, അങ്ങനെ മാറ്റിയിട്ടില്ലെങ്കിൽ കൊല്ലാനും, വെറുക്കാനും, ശപിക്കാനും, വഴിപിഴപ്പിക്കാനും പഠിപ്പിക്കുന്ന ഒരാശയം എനിക്ക് വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു. ഇന്നാണ് ഞാൻ സന്തോഷം എന്താണ് എന്നറിയുന്നത്. ഞാൻ ഇന്ന് വളരെ സുരക്ഷിതയാണ്. ഞാൻ നല്ല സന്തോഷവതിയാണ്. സ്വർഗത്തെക്കുറിച്ച് അമിതമായിട്ടുള്ള പ്രതീക്ഷകളുമില്ല, നരകത്തെക്കുറിച്ചിട്ട് അമിതമായിട്ടുള്ള ഭയവുമില്ല. ഇന്ന് ജീവിക്കുക എന്ന സിദ്ധാന്തത്തിലാണ് ഞാനുള്ളത് സുഹൃത്തെ. അതിന്റെ എന്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. പിന്നെ നേരെ മറിച്ച് ഒരു മനുഷ്യന് പിന്നെ ജനനം ഉണ്ടെന്നുണ്ടെങ്കിൽ മരണം ഉറപ്പാണ്. മരണം ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മതമില്ലാതെ ജീവിക്കുന്നതിനോട് സുഖം, കുഴപ്പമില്ല. പക്ഷെ മരണം നടുന്ന് പോണ്ടിന്, അപ്പൊ അത് പോട്ടെ. പിന്നെ പക്ഷെ നിന്റെ ഒരു കാഴ്ചപ്പാടിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മതം വിട്ടിട്ടും ജാമിദ ടീച്ചർ മതത്തിനെ ഫോളോ ചെയ്യുന്ന മാതിരിയാണല്ലോ. എന്താ പറയാ, പിന്നെ അതിനോടിപ്പോ എന്താ ഒരു ലാഭം? ജാമിദ ടീച്ചർക്ക് പിന്നെ ഒരു മനുഷ്യന്റെ അഭിപ്രായം, ഞാൻ മതം വിട്ടില്ല, മതം വിടാതെ നിൽക്കട്ടെ. ഒരു മനുഷ്യന് എന്താ പൊതുവേ ഉള്ള ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മതം വിടണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അവന്റെ ഇഷ്ടാനുസരണങ്ങൾ മതത്തിന്റെ ഉള്ളിൽ. നിങ്ങളൊരു കാഴ്ചപ്പാട് ചില ആൾക്കാരൊക്കെ പറഞ്ഞേക്കാം, മതത്തിന്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാല് പിന്നെ അതൊരു പിന്നെ എന്താ പറയാ മതിൽക്കെട്ടാണ്, അത് പൊട്ടിച്ചിങ്ങാട്ട് വരണം എന്നുള്ള ഒരു കാഴ്ചപ്പാട്. മതിൽക്കെട്ട് പൊട്ടിച്ചിട്ട് നിങ്ങൾ മതത്തിനെ ഫോളോ ചെയ്യുന്ന മാതിരിയാണല്ലോ. അപ്പൊ ആ ഒരു ജീവിതത്തിനോട് എന്താ പിന്നെ അർത്ഥം, അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിനോട് എന്താ ലാഭം? പിന്നെ എന്താ അതിനായിട്ടല്ല മതം ഫോളോ ചെയ്ത് ജീവിക്കല്ലോ ജാഗ്രത ടീച്ചർ നല്ല. താങ്കൾ നേരത്തെ ചോദിച്ച ഒരു പോയിന്റിന് എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. കള്ള് ഷാപ്പുകളിലൊക്കെ ഉസ്താദുമാർക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന്. ഇന്ന് ഉസ്താദുമാർ കള്ള് ഷാപ്പുകളിൽ നിന്ന് ഇറങ്ങുന്നില്ല സുഹൃത്തെ.
മലപ്പുറത്തെ വ്ളോഗർമാര് പോലും കള്ള് ഷാപ്പുകളിൽ നിന്ന് ഇറങ്ങുന്നില്ല. താങ്കൾ ഈ സോഷ്യൽ മീഡിയ എത്രമാത്രം ഉപയോഗിക്കുന്നു എന്ന് എനിക്കറിയില്ല. ഉസ്താദുമാര് കള്ളു കുടിച്ച് പൂക്കുറ്റിയാകുന്ന അനേകം വീഡിയോസ് ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോകളിലൂടെയും ലൈവുകളിലൂടെയും കാണിച്ചിട്ടുണ്ട്. പ്രവാചകൻ പോലും മദ്യപിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയും പ്രവാചകൻ മദ്യപിച്ചത് കൊണ്ട് ഞാനും ലക്ഷദ്വീപിൽ പോയി കള്ളു കുടിച്ചു എന്ന് പറയുന്ന MM അക്ബർ സഹിതം ഇവിടെയുണ്ട്. പ്രവാചകൻ 1000 പേരുടെ തലയെരിഞ്ഞാൽ ആ തലയെരിയൽ കാരുണ്യമാണെന്ന് പറഞ്ഞ് പ്രവാചകൻ ചെയ്തതിനെ എല്ലാം കണ്ണടച്ച് ന്യായീകരിക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾ പിൻപറ്റുന്നത്. അപ്പൊ ആദ്യം ആ ഒരു പോയിന്റ് ഞാൻ വിട്ടുപോയതാ. പിന്നെ കുറെ കാലം മതം പിന്തുടർന്നു ജീവിച്ചു. അതെ, പിന്നീടാണ് മതത്തിന്റെ ഭോഷത്തരം എനിക്ക് മനസ്സിലായത്. ഈ ലോകത്ത് ജീവിക്കാൻ മതം ആവശ്യമില്ല, പ്രത്യേകിച്ച് ഈ കാരുണ്യത്തിന്റെ മതം എനിക്ക് ആവശ്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. സെക്സ് ഇസ്ലാം വേണ്ട എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ഉപേക്ഷിച്ചത്. ജനനമുണ്ട്, മരണവുമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം സുഹൃത്തെ? 2 വർഷം കഴിഞ്ഞിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഇപ്പോഴേ തുണി പൊക്കി പിടിക്കണോ? മരിക്കുമ്പോഴങ്ങ് മരിച്ചോളും. ഇപ്പൊ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാം. ആ മരണത്തെക്കുറിച്ച് ആലോചിച്ച് നീറിപ്പുകഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്നും ഇന്ന് മുക്തമായി. പിന്നെ മതം വിട്ടിട്ടും ഞാൻ മതം ഫോളോ ചെയ്യുന്നു എന്ന് താങ്കൾ പറഞ്ഞതിന്റെ മാനദണ്ഡം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ മതം ഉപേക്ഷിച്ചത് പൂർണ്ണമായിട്ടുമാണ്. ഛർദിച്ചതെടുത്ത് തിന്നാൻ പാടില്ല എന്ന് എനിക്ക് ആരും പറഞ്ഞു തന്നതല്ല, ഞാൻ സ്വയം മനസ്സിലാക്കിയതാ. ഇസ്ലാം എന്ന മതം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഛർദിച്ചിട്ടതാ. ഛർദിച്ചിട്ടത് വേസ്റ്റ് ആണ്, ബോഡി വേസ്റ്റ് ആണ്. ഇനിയും ഞാനത് എടുത്ത് ഉടുക്കില്ല, എനിക്കത് ആവശ്യമില്ല. പിന്നെ മതമുണ്ടെങ്കിലാണ് ഷംസുക്ക ഇഷ്ടാനുസരണം ജീവിക്കാൻ എളുപ്പം. അത് താങ്കൾക്ക് മനസ്സിലായില്ലേ? മതമുണ്ടെങ്കിൽ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതുപോലെ വ്യഭിചരിക്കാൻ എളുപ്പമാണ്. ആ അപ്പിക്കുപ്പായത്തിന്റെ മേലങ്കി എടുത്തൊന്ന് ഇട്ടാ മതി. 4 കെട്ടാം, പോകുന്നിടത്തൊക്കെ പെണ്ണ് കെട്ടാം, വിവാഹം, വ്യഭിചരിക്കാം, കൊല്ലാം, കൊലപാതകം ചെയ്യാൻ പ്രേരിപ്പിക്കാം, കൊള്ളയടിക്കാം, ഇതെല്ലാം ചെയ്യാം. ഏറ്റവും ഒടുവിൽ അസ്തഗ്ഫിറുല്ലാഹ് തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, അള്ളാഹുവിലേക്ക് നിഷ്കളങ്കമായിട്ട് ഒന്ന് പശ്ചാത്തപിച്ചാൽ മതിയാകും. എന്ത് തെമ്മാടിത്തരവും ചെയ്യാൻ ഏറ്റവും എളുപ്പം ഇസ്ലാമിനകത്ത് നിൽക്കുമ്പോഴാണ്. പിന്നെ ഞാൻ മതം ഫോളോ ചെയ്യുന്നു എന്ന് താങ്കൾക്ക് തോന്നിയത് ഏത് ഭാഗത്താണ് എന്നൊന്ന് പറഞ്ഞാൽ അതിനുകൂടി ഒരു ക്ലാരിറ്റി വരുമായിരുന്നു. മതത്തിൽ നിൽക്കുന്ന സമയങ്ങളില് കള്ളു കുടിക്കാൻ പറ്റൂല. യുക്തിവാദത്തിലോ മതമില്ലായ്മയിൽ കള്ളു കുടിക്കാം. നിങ്ങൾ കള്ളു കുടിക്കുന്നുണ്ടോ രാവിലെ ടീച്ചറെ? അപ്പോ ഞാൻ പറഞ്ഞത് നിങ്ങൾ എവിടം കൊണ്ടാണ് കേട്ടത്? ചെവി കൊണ്ട് തന്നെയാണോ കേട്ടത്? ഹൃദയം ഒന്ന് മാറ്റിവെച്ച് കുറച്ചു നേരത്തേക്ക് തലച്ചോറ് കൊണ്ടൊന്ന് ചിന്തിക്കൂ. കള്ളിൽ ഉപകാരമുണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അത് മതത്തിനകത്ത് നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നാണ്. ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഇനി അത് ഉപയോഗിക്കുമോ എന്ന് എനിക്കറിയില്ല. അത് ശരീരത്തിന് കേടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ വാപ്പച്ചി പട്ടാളക്കാരനായിരുന്നു, ഒരിക്കൽ പോലും മദ്യപിച്ചിട്ടുള്ള ആളല്ല. പിന്നെ അപ്പൊ എനിക്ക് പോകല്ലേ. താങ്കൾ പറഞ്ഞ വിഷയം ക്ലാരിഫൈ ചെയ്യാനുള്ള ബാധ്യത താങ്കൾക്കുണ്ട്. മതം ഞാൻ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞു. മതം വിട്ടിട്ടും ഞാൻ മതം ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. എപ്പോഴാ താങ്കൾക്ക് അങ്ങനെ തോന്നിയത്? ഏത് വിഷയത്തിലാണ് ഞാൻ മതത്തെ ഫോളോ ചെയ്തത്? ഏത് വിഷയത്തിലാന്ന് വെച്ച് കഴിഞ്ഞാൽ മതം വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ ഒരു മൊറാലിറ്റി ഇല്ല, നിങ്ങളെ ഇഷ്ടാനുസരണങ്ങളാണ്. മതത്തിന്റെ ഉള്ളിലേ ഉള്ളൂ മൊറാലിറ്റിയും പിന്നെ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതും. പക്ഷേ ഒരു സെക്കൻഡ്. മതത്തിലാണ് സകല തോന്യാസങ്ങളും സമ്മതിച്ചിട്ടുള്ളത്. സമർത്ഥിക്കണോ? നമ്മുടെ നാട്ടിലെ നമ്മൾ ഇന്ത്യ മഹാരാജ്യത്താണ് ജീവിക്കുന്നത്. ഏറ്റവും മോശമായിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ എന്താണ്, കുറ്റകൃത്യങ്ങൾ എന്താണ്, അതെല്ലാം മതത്തിൽ ഹലാലാണ്. ഞാൻ തെളിയിച്ചു തരാം. അറിയാമോ, കേട്ടിട്ടുണ്ടോ? നിർബന്ധിതമായ സാഹചര്യത്തിൽ ഹറാമായതൊക്കെ ഹലാലാകും. പക്ഷേ ഞാൻ ഇന്നുള്ളത് മതരഹിതയായിട്ടാണ്. ഇന്ന് എന്നെ ആർക്ക് വേണമെങ്കിലും ചോദ്യം ചെയ്യാം. കാരണം എനിക്ക് എൻ്റെ രാജ്യത്തിന്റെ ഒരു മൊറാലിറ്റി ഉണ്ട്. എൻ്റെ രാജ്യത്തോട് എനിക്ക് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളുണ്ട്. ഞാൻ നടന്നു പോകുന്ന വഴിയോടുണ്ട് എനിക്കൊരു മൊറാലിറ്റി. ഞാൻ ജീവിക്കുന്ന പരിതസ്ഥിതിയോടുണ്ട്. അപ്പോ ഞാനും അതും തമ്മിലാണ് ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമുള്ളത്. അവിടെ ഞാൻ എന്ത് തെമ്മാടിത്തരം ചെയ്താലും അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചാൽ മതി എന്നല്ല
എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളൊന്നും ഞാൻ അവിടെ പ്രവർത്തിക്കില്ല. നിങ്ങള് എന്നെ പറഞ്ഞു മുഴുവനാക്കാൻ സമ്മതിക്കില്ല. ഒരു മിനിറ്റ് ഷംസുക്ക, പേഴ്സണലായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാതെ വിശ്വാസപരമായ നിങ്ങളുടെ മതത്തിലുള്ള ഏതെങ്കിലും വിശ്വാസപരമായ ചോദ്യങ്ങളല്ലേ ചോദിക്കുന്നത്. പേഴ്സണലായിട്ട് മതം വിട്ട വ്യക്തിയോട് നിങ്ങൾ അങ്ങനെയല്ല ചോദിക്കണത്. വല്ലതും വിശ്വാസപരമായിട്ട് ചോദിക്കാനുണ്ടോ? അല്ല, അദ്ദേഹം ചോദിച്ചോട്ടെ. ഷംസുക്ക പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഇവിടെ നിന്ന് പോകാവൂ. ഞാൻ മതം ഉപേക്ഷിച്ചു, ഞാൻ മതം വീണ്ടും ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞ് താങ്കൾ മറ്റുള്ളവരിൽ ഒരു തെറ്റിദ്ധാരണ പരത്താനാണ് ശ്രമിച്ചത്. അതിനൊരു ക്ലാരിഫൈ ചെയ്തിട്ടേ പോകാവൂ. ഓക്കെ. ക്ലാരിഫൈ ഞാൻ ചെയ്തില്ല. അതായത് നിങ്ങൾ പറഞ്ഞ മതത്തിലാണ് എല്ലാ തോന്നിയാസവും ഉള്ളത്. അതിപ്പം എന്താ പറയാ, എല്ലാവർക്കും അറിയാം, ചെറിയ കുട്ടികൾക്കും അറിയാം. പക്ഷെ മൊറാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് അതായത് മതമില്ല. ഞാൻ ജാവേദിനോട് ഒറ്റ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു രാജ്യം ഏതൊക്കെ രാജ്യമാവട്ടെ, ലോകത്തിന്റെ പല രാജ്യങ്ങളും ഉണ്ട്. ആ പല രാജ്യങ്ങളിലും മതമുള്ള ആൾക്കാരും ഉണ്ട്, മതമില്ലാത്ത ആൾക്കാരും ഉണ്ട്. അപ്പൊ എന്റെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മതമില്ലാത്ത ആൾക്കാർ, അതായത് ഒരു മതമുള്ള ഒരു വ്യക്തിയേക്കാൾ ഒരു മതമില്ലാത്ത ഒരു വ്യക്തിക്ക് ആ രാജ്യത്ത് എന്ത് സ്വാതന്ത്ര്യമുള്ള, അതേമാതിരി തിരിച്ചും. അതായത് മതമില്ലാത്ത ഒരു വ്യക്തിക്ക് മതമുള്ള വ്യക്തിനേക്കാൾ എന്ത് സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ഒരു വ്യക്തിക്ക് എന്നാണ് എന്റെ ചോദ്യം. അതായത് മതമില്ലാത്ത വ്യക്തി ആവട്ടെ, മതമുള്ള വ്യക്തി ആവട്ടെ, ഈ രണ്ട് വ്യക്തികൾക്ക്, അതായത് മതമുള്ള വ്യക്തിക്ക് മതമില്ലാത്ത ഇല്ലാത്ത ആൾക്കാരായിട്ട് കൂടുതൽ എന്ത് സ്വാതന്ത്ര്യമുള്ള ചോദ്യം മനസ്സിലായിട്ടെങ്കിൽ ഞാൻ റിപ്പീറ്റ് ആക്കാം. ജാവേദ് ടീച്ചറെ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദ്യം മനസ്സിലായോ? താങ്കൾ വന്ന വഴിക്ക് തല എവിടെയോ മുട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നുണ്ട്. കാരണം എന്തുവാണ് താങ്കൾ പറയുന്നത് എന്ന് താങ്കൾക്ക് തന്നെ അറിയില്ല. മതമുള്ളവർക്കും ഇല്ലാത്തവർക്കും മതരാജ്യത്തുള്ള സ്വാതന്ത്ര്യമാണോ, മതരഹിത രാജ്യത്തുള്ള സ്വാതന്ത്ര്യമാണോ? ആ രാജ്യത്തിന്റെ ഭരണഘടനയെ കുറിച്ച് കക്ഷിക്ക് വലിയ പിടിപാടില്ല എന്ന് തോന്നുന്നു. താങ്കൾ പറഞ്ഞത് ക്ലാരിഫൈ ചെയ്യണം. ഞാൻ ഏതു മേഖലയിലാണ് മതം ഫോളോ ചെയ്ത് താങ്കൾ കണ്ടത്? ഇനി ഞാനത് ചോദിക്കില്ല. മോഡറേറ്റർ ദയവായിട്ട് ഇദ്ദേഹത്തെ കൊണ്ട് ഇതിന് മറുപടി പറയിപ്പിക്കണം. അതായത് ചോദ്യം ക്ലിയർ ആക്കിത്തരാം ജാമിദ ടീച്ചറെ. അതായത് ഇന്ത്യ രാജ്യത്ത് ഞാൻ മതത്തിനെ ഫോളോ ചെയ്ത് ജീവിക്കുന്നു, ജാമിദ ടീച്ചർ മതമില്ലാതെ ഫോളോ ചെയ്ത് ജീവിക്കുന്നു. ഇന്നെക്കാട്ടിലും എന്ത് കൂടുതൽ സ്വാതന്ത്ര്യമുള്ളത്, അല്ലെങ്കിൽ ജാമിദ ടീച്ചറെക്കാട്ടിലും കൂടുതൽ എന്ത് സ്വാതന്ത്ര്യമുള്ളത്? നമുക്ക് രണ്ടുപേർക്കും തുല്യത അല്ലാതെ എന്ത് സ്വാതന്ത്ര്യമുള്ളത്? ഞാൻ ചോദിക്കാണ് ജാമിദ ടീച്ചറോട്. അതെ, എനിക്ക് മനസ്സിലായി. ഇത് ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഐ ലവ് മുഹമ്മദ് എന്ന രൂപത്തിൽ ക്യാമ്പയിൻ നടത്താൻ ഇതിനകത്ത് സാധിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ പോയിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ദുബൈയിൽ പോയിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല, കുവൈറ്റിലോ ഖത്തറിലോ പോയിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെതായിട്ടുള്ള യുക്തിഭദ്രമായിട്ടുള്ള കാഴ്ചപ്പാടുമായിട്ട് മുന്നോട്ട് പോകും. എനിക്കെന്താണോ ശരി എന്ന് തോന്നുന്നത് അതെനിക്ക് നിർഭയം തുറന്നു പറയാൻ കഴിയുന്നു. ഞാനൊരു മതരഹിതയായതുകൊണ്ട് എൻ്റെ രാജ്യത്തിൻ്റെ എല്ലാ നിയമങ്ങളും, ഭരണഘടന അനുശാസിക്കുന്ന സകല നിയമങ്ങളും ശരിയാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. ഒന്നത്. രണ്ട്, എൻ്റെ രാജ്യത്തിനെതിരെ ആര് എവിടെ ഇരുന്ന് എന്ത് ചെയ്താലും ശരി, അവരെ പ്രതിരോധിക്കാൻ എൻ്റെ രാജ്യം 100% ബാധ്യസ്ഥരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നതിനനുസരിച്ച് ഞാൻ ആദ്യം എൻ്റെ രാജ്യത്തോടൊപ്പമേ നിൽക്കൂ. അതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. മതവും രാഷ്ട്രവും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഞാൻ മതം വലിച്ചെറിഞ്ഞു കഴിഞ്ഞതാണ്. എൻ്റെ രാഷ്ട്രത്തോടൊപ്പം ഞാൻ നിൽക്കും. അതുകൊണ്ട് എനിക്കെൻ്റെ രാഷ്ട്രമാണ് പ്രധാനം, നിങ്ങൾക്കും മതമാണ് പ്രധാനം. ഇത് രണ്ടുമാണ് വ്യത്യാസം. അല്ല, നിന്റെ ചോദ്യം ജാമിദ ടീച്ചർക്ക് മനസ്സിലായി. എനിക്കില്ലാത്ത എന്ത് സ്വാതന്ത്ര്യമാണ് ജാമിദ ടീച്ചർക്കുള്ളത്? ജാമിദ ടീച്ചർക്ക് ഇല്ലാത്ത എന്ത് സ്വാതന്ത്ര്യമാണ് എനിക്കുള്ളത് ഈ രാജ്യത്ത്? ഇതാ ചോദ്യം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അതായത് ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം എന്ന ബോധ്യം എനിക്കുണ്ട്.
ആ സ്വാതന്ത്ര്യം എന്റെ രാജ്യം എനിക്ക് നൽകുന്നുണ്ട്. എനിക്കില്ലേ നിങ്ങൾക്ക് എനിക്കില്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാം, അതിനനുസരിച്ച് മുന്നോട്ട് പോകാം. അതിനും ഈ രാജ്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടിനെയും ഓവർടേക്ക് ചെയ്ത് എന്റെ മതം തന്നെ മറ്റുള്ളവരും വിശ്വസിക്കണം, ഞാൻ എന്തോ സ്പെഷ്യലാണ് മറ്റുള്ളവരിൽ നിന്ന്, അതുകൊണ്ട് എനിക്ക് അറബി കോളേജിൽ മാത്രമല്ല മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എനിക്ക് മുഖം മറച്ച് ചെല്ലണം, എനിക്ക് ബാങ്ക് ഇവിടെ ഉറക്കെ ഇങ്ങനെ ഉച്ചത്തിൽ 1 കിലോമീറ്ററിനകത്ത് 10-40 പള്ളികൾ ഉണ്ടാക്കി എനിക്കിങ്ങനെ അലമുറയിട്ട് എന്റെ പടച്ചവൻ മാത്രം ഏറ്റവും വലിയവനാണ് എന്നിങ്ങനെ വിളിച്ചു പറയണം. നോമ്പ് കാലത്ത് ഞങ്ങൾക്ക് മാത്രം ഭക്ഷണം കിട്ടിയാ മതി, ആ സമയത്ത് പകൽ സമയത്ത് ഹോട്ടലുകൾ തുറക്കരുത്, അപ്പിക്കുപ്പായം ധരിക്കാത്തവരെ വേശ്യകളായി പരിഗണിക്കണം എന്നൊക്കെയുള്ള നിങ്ങളുടെ ഇത്തരം മുടന്തൻ ന്യായങ്ങൾക്ക് ഈ രാജ്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. ഭരണഘടന അനുശാസിച്ചിട്ടല്ല, നിങ്ങൾ മതത്തിന്റെ ന്യൂനപക്ഷം എന്ന ഒരു പ്രിവിലേജ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതൊക്കെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. ഞാൻ എൻ്റെ ഭരണഘടന അനുശാസിക്കും വിധം മാത്രം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ രാജ്യം മതേതരമായിരിക്കണം, ജനാധിപത്യമായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ ഭരണഘടന അംഗീകരിക്കാതെ അനുസരിക്കാതെ അതിന് തത്തുല്യമായ മറ്റൊരു ഭരണഘടന ഉണ്ടാക്കി ഇസ്ലാം മതം, ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഐഡിയോളജി ഈ രാജ്യത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പാരലലായിട്ടൊരു ഹിസ്റ്ററി ഉണ്ടാക്കുന്നു, പാരലലായിട്ടൊരു ദേശീയ ഗാനം ഉണ്ടാക്കുന്നു. അങ്ങനെ നിങ്ങൾ ഈ രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നു. ഈ രാജ്യത്ത് നിങ്ങൾ എന്തോ സ്പെഷ്യലായിട്ടൊരു പൗരനാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും 2 രൂപത്തിലാണ് സ്വാതന്ത്ര്യം. ഞാൻ അതിനെ വിനിയോഗിക്കുന്നു, നിങ്ങൾ അതിനെ ദുർവിനിയോഗം നടത്തുന്നു. ഇതുവരെ ഞാൻ ചോദിച്ചതിന് ഉത്തരം ജാവേദ് ടീച്ചർ പറഞ്ഞില്ല, കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞില്ല. ഷംസുക്ക, ടീച്ചർക്ക് അറിയാത്തത്, ജാമിദ ടീച്ചർക്ക് അറിയാത്തത് ഞാൻ പറഞ്ഞു തരാം. ഷംസുക്കയ്ക്കില്ലാത്ത എന്ത് സ്വാതന്ത്ര്യമാണ് ജാമിദയ്ക്കുള്ളതെന്ന് പറയും. രാവിലെ എണീക്കുമ്പോ ഇടതുകാല് വെച്ച് ബാത്റൂമിലേക്ക് കയറണോ അല്ല വലതുകാല് വെച്ച് കയറണോ എന്ന് ഭയന്ന് ഭയന്ന് വരയ്ക്കേണ്ട അവസ്ഥ ജാമിദയ്ക്കില്ല. ഓക്കെ, മക്കളെ സ്കൂൾ എന്താണ് മദ്രസയിലേക്ക് വിട്ട് ഉസ്താദ് അവരെ അവിടെയും ഇവിടെയും ഞുള്ളുമോ വേറെന്തെങ്കിലും ചെയ്യുമോ എന്ന് ഭയന്ന് ഭയന്ന് എന്താണ് എന്താ അവരുടെ പേര് പറയുന്നത്, അവരുടെ മുസ്താക്കന്മാര് വീട്ടിൽ വന്ന് എന്തുകൊണ്ടാണ് മക്കളെ അങ്ങോട്ടേക്ക് വിടാത്തത് എന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന പരിപാടി ജാമിദയ്ക്ക് ഭർത്താവ് 4 കെട്ടുമോ എന്നുള്ള പേടിയില്ല. അതെ, എപ്പോഴാണ് തലാഖ് 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 എന്ന് SMS എന്തെങ്കിലും വാട്സാപ്പിൽ മെസ്സേജ് വരുമ്പം പേടിച്ച് പേടിച്ച് ഭർത്താവിൽ നിന്ന് തലാഖ് 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 എന്നാണോ എന്ന് പേടിക്കേണ്ട ഒരു കാര്യം ജാമിദയ്ക്കില്ല. അത് മാത്രമല്ല, ഏതെങ്കിലും ദിക്കറോ അല്ലെങ്കിൽ ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഇടത്തോട്ട് ചെരിഞ്ഞോ വലത്തോട്ട് ചെരിഞ്ഞോ അല്ലോ സൈഡ് മാറിപ്പോയോ അല്ല നോമ്പെടുക്കുന്ന സമയത്ത് സിസ്റ്ററെ വേറൊരു കാര്യം, നബി വെളയിൽ രണ്ട് സാധിക്കാൻ വേണ്ടി പോയപ്പോ 2 വട്ടം മുക്കിയോ 3 വട്ടം മുക്കിയോ, ഇനി കീഴ്വായു അടുത്ത് നിന്ന മാലിക് ബിൻ അനസ് കേട്ടോ എന്നുള്ള പേടി ജാമിദയ്ക്കില്ല. പേടി ജാമിദയ്ക്കില്ല. ഷംസുക്കാക്ക് അതൊക്കെ ഉണ്ട്. ഈയിടയ്ക്ക് കഴിഞ്ഞ നിങ്ങളുടെ നോയമ്പിന്റെ സമയത്ത് ഒരു ഉസ്താദ് പറഞ്ഞു, ആ സമയത്തെങ്ങാനും വെള്ളം ഉപയോഗിച്ചിട്ട് ശുചീകരണം നടത്തുമ്പോൾ അബദ്ധത്തിലെങ്ങാനും നിങ്ങൾ ശ്വാസം എടുത്താൽ വെള്ളം അകത്തേക്ക് പോയി നിങ്ങളുടെ എന്താണ് നിങ്ങൾ നോമ്പ് മുറിഞ്ഞു പോകും. അങ്ങനെയുള്ള പേടിയൊന്നും ജാമിദയ്ക്ക്, അങ്ങനെയുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. മനസ്സമാധാനത്തോടെ ബാത്റൂമിൽ പോവാം, മനസ്സമാധാനത്തോടെ അവിടെ ചെയ്യേണ്ടതൊക്കെ ചെയ്യാം. തന്നെയല്ല സിസ്റ്ററെ, ബാത്റൂമിൽ പോകുമ്പോൾ തുണി പൊക്കുമ്പോഴെങ്ങാനും മലക്ക് കാണുമോ എന്ന് പേടിക്കാതെ സുന്ദരമായിട്ട് പോയിരുന്നിട്ട് സാധിച്ചിട്ട് കയറി വരാം. അല്ലല്ല ടീച്ചറെ, പാട്ട് പാടാം കുളിക്കുന്ന സമയത്ത്. എല്ലാവർക്കും നല്ല നല്ല പാട്ടൊക്കെ പാടി മലക്ക് അകത്ത് വന്ന് ശകാരിക്കുമ്പോ മലക്കിനെ ബുദ്ധിമുട്ടിക്കാതെ പാട്ട് പാടി കുളിച്ചിട്ട് പുറത്തേക്ക് വരാം. അത് മാത്രമോ, ബാത്റൂമില് മുഴുവൻ ജിന്നുകളാണെന്നല്ലേ നിങ്ങളുടെ ഒരു ഉസ്താദ് ഈയിടെ പ്രസംഗിച്ചത്. ബാത്റൂമില് ആൺ ജിന്നുകളും പെൺ ജിന്നുകളും. അതുകൊണ്ട് നിങ്ങള് ഫുൾ ഡ്രസ് ഇട്ടുകൊണ്ട് വേണം കുളിക്കാൻ. മുഴുവൻ വസ്ത്രം മൂടിയിട്ട് കുളിച്ചു കഴിഞ്ഞാൽ അവര് ഫോട്ടോ എടുത്തോണ്ടിരിക്കും, വീഡിയോ എടുത്തോണ്ടിരിക്കും ജിന്നുകൾ എന്നൊക്കെയല്ലേ അയാള് പറഞ്ഞത്. അവരിങ്ങനെ നോക്കി കാണാൻ വേണ്ടിയിട്ട് മുമ്പിലും പുറകിലും നിൽക്കുക. ഇങ്ങനത്തെ പേടിയൊന്നും ജാമിദ ടീച്ചറിന്റെ വീട്ടിലെ ജിന്നില്ല.
ബാത്റൂമിൽ ജിന്നില്ല. പാവം ഷംസ്കേന്റെ വീട്ടിൽ അപ്പടി ജിന്ന. ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കാൻ ജിന്ന്, ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കാൻ മലക്ക്, അവിടെ എന്തൊക്കെ നടക്കണതെന്ന് നോക്കാൻ മലക്ക്. അവിടെ ഭാര്യയ്ക്ക് തലവേദനയാ, എനിക്കിന്ന് വയ്യാന്നെങ്ങാനും ഭർത്താവിനോട് പറഞ്ഞെങ്കില് ഒരു മലക്കല്ല ഇങ്ങ് ഇറങ്ങി വരികയല്ലേ ആർമിയായിട്ട്. ഷംസുഖാന്റെ ഭാര്യ എന്തെങ്കിലും ഒരു ദിവസം ഇക്ക എനിക്കിന്ന് വയ്യ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷംസുഖാന്റെ ഭാര്യനെ ശപിക്കാനായിട്ട് അള്ളാഹു മലക്കുകളെ അങ്ങ് ഇറക്കുകയല്ലേ. നീ നശിച്ചടി എന്ന് പറഞ്ഞിട്ട് പാവം ഷംസുഖാന്റെ ഭാര്യ നശിച്ചടി തലവേദന എന്നല്ല, കിടക്കുന്ന പാവം. ഒരിക്കലും ഇവള് കോണം പിടിക്കരുതേ എന്ന് പഠിച്ചവൻ ശപിക്കുക മലക്കുകളും. ഇല്ല, ഞാനാ പറഞ്ഞോ. ജാവേദ ടീച്ചറെ പഠിത്തം നന്നാകട്ടെ. അത്രേ പറഞ്ഞു. ജാവേദ ടീച്ചറെ പഠിത്തം നന്നാകട്ടെ. മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണിയും ചിക്കൻ കറിയും ഒന്നും ഉണ്ടാക്കി വെക്കേണ്ട ടെൻഷനില്ല. ഉണ്ടാക്കിയിട്ട് തന്നെ കഴിക്കാം. എല്ലാം പ്രിവിലേജ് അവത്തോളം. പക്ഷെ ഞാന് ജാവേദ ടീച്ചർക്ക് ചിന്തിക്കാൻ വേണ്ടിട്ട് ഒരു ചോദ്യം ചോദിച്ചാണ്, ഉത്തരം ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. അല്ല ഷംസുക്ക പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ മതം ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞത് എവിടെയാണ് എന്ന് പറഞ്ഞിട്ടേ പോകാവൂ. ടീച്ചറെ മുഴുവനാകട്ടെ. ടീച്ചറെ, അതായത് നിങ്ങൾ ഇന്ന് രാത്രി പോയിങ്ങാട്ട് ആലോചിക്കുക, സംസൂണില്ലാത്ത എന്ത് സ്വാതന്ത്ര്യമാണ് എനിക്കുള്ളത്, എനിക്കില്ലാത്ത എന്ത് സ്വാതന്ത്ര്യമാണ് സംസൂണുള്ളത്. അല്ലെങ്കിൽ ഇത് കൃത്യമായി, അതായത് നമ്മൾ രണ്ടാളും, നിങ്ങൾ മതം ഫോളോ ചെയ്യുന്നില്ല, ഞാൻ മതം ഫോളോ ചെയ്യുന്നു. അതായത് ഒരു മതം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്കില്ലാത്ത എന്ത് സ്വാതന്ത്ര്യമാണ് പിന്നെ മതമില്ലാത്ത വ്യക്തിക്കുള്ളത്, മതമില്ലാത്ത വ്യക്തിക്ക് പിന്നെ ഇല്ലാത്ത എന്ത് സ്വാതന്ത്ര്യമാണ് മതമുള്ള വ്യക്തിക്കുള്ളത്. താങ്കൾക്ക് കൃത്യമായിട്ട് ഞാൻ കാര്യം പറഞ്ഞു മനസ്സിലാക്കി തന്നു, താങ്കൾ അത് മനസ്സിലാക്കിയില്ല. ഒന്നുകൂടി പറയാം. ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കാൻ മതം ആവശ്യമില്ല. എന്നിട്ടും താങ്കൾക്ക് ഈ രാജ്യം മതം ഫോളോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തന്നു. ഈ ജനാധിപത്യ രാജ്യത്ത് മതരഹിതയായും സുന്ദരമായി സന്തോഷത്തോടു കൂടി ജീവിക്കാം. അതിനും ഈ രാജ്യം എനിക്ക് സ്വാതന്ത്ര്യം തന്നു. താങ്കൾക്ക് മതം ഫോളോ ചെയ്യാനും സ്വാതന്ത്ര്യം തന്നു. ഇത് രണ്ടും രണ്ട് രൂപത്തിലാണ് വരുന്നത്. എന്റെ മനുഷ്യാവകാശം അനുസരിച്ച് എനിക്ക് എന്റെ ഭരണഘടന ഫോളോ ചെയ്തേ മതിയാകും. താങ്കൾക്ക് താങ്കളുടെ മാനസിക നില അനുസരിച്ച് താങ്കളുടെ മതം താങ്കൾക്ക് ഫോളോ ചെയ്തേ മതിയാകും. എനിക്ക് മതമല്ല പ്രശ്നം, മതേതരത്വമാണ്. മതത്തിൽ നിന്നും വിഭിന്നമായിട്ടൊരു ഇതരത്വമാണ് എൻ്റെ സ്വാതന്ത്ര്യം. അപ്പൊ മതം ഫോളോ ചെയ്യാതെ തന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ സുരക്ഷിതമായി എനിക്ക് എൻ്റെ മനുഷ്യാവകാശങ്ങൾക്കുമേൽ ഭംഗമേൽപ്പിക്കാതെ മുന്നോട്ട് പോകാൻ ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാനത് വിനിയോഗിക്കുന്നു. താങ്കൾക്ക് ഈ രാജ്യം തന്ന മനുഷ്യാവകാശത്തെ ഹനിച്ച് താങ്കൾ അവിടെ ഒരു മതരാഷ്ട്രം ഉണ്ടാക്കാനും ആ താങ്കൾക്കും എനിക്കും ഒരേ സ്വാതന്ത്ര്യം തന്ന ഭരണഘടനയെ ഇല്ലായ്മ ചെയ്ത് ഈ ലോകം മുഴുവനും ഇസ്ലാം സ്ഥാപിക്കാനും സമാധാനത്തിന്റെ ഒരു മതമാണെന്നും ഒരു കിതാബാണെന്നും പറഞ്ഞൊരു പുസ്തകവും പേറി ജീവിക്കും. അപ്പോ നിങ്ങൾക്കിത് രണ്ടിൽ ഏതാണ് വേണ്ടത് എന്ന് എൻ്റെ രാജ്യത്തിന്റെ ഭരണഘടന എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ രാജ്യത്തിന്റെ ഭരണഘടന മതി. താങ്കൾ പറഞ്ഞു താങ്കൾക്ക് താങ്കളുടെ മതപുസ്തകം മതി. എന്നിട്ടും ഈ രാജ്യം നമുക്ക് രണ്ടു പേർക്കും തുല്യ സ്വാതന്ത്ര്യം നൽകി. ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തിനകത്ത് നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം നൽകിയ ആ ഭരണഘടനയെ അംഗീകരിച്ചും ബഹുമാനിച്ചും അനുസരിച്ചും മുന്നോട്ട് പോകുന്നു. താങ്കൾക്ക് ആ സ്വാതന്ത്ര്യം നൽകി, ഒട്ടകത്തിന് ഇരിക്കാൻ ഇടം കൊടുത്തതുപോലെ താങ്കൾക്ക് മതം ഫോളോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകിയ രാജ്യത്തെ ഇല്ലാതാക്കി ആ ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കാനും ആ രാജ്യത്തെ ഇല്ലാതാക്കി ഇസ്ലാം മത രാഷ്ട്രം സ്ഥാപിക്കാൻ താങ്കൾ ശ്രമിക്കുന്നു. ഇതൊന്നും റിയാലിറ്റി അല്ല ജാവേദ ടീച്ചർ. ഇത് നിങ്ങൾക്ക് ഇസ്ലാമിനോടുള്ള വെറുപ്പിനോട് കൂടി നിങ്ങൾ സംസാരിക്കുക. ആൾക്കാർ തെറ്റിദ്ധരിച്ചു. ഞാനൊന്നും സംസാരിക്കട്ടെ 2 മിനിറ്റ്. വെരുപ്പെന്ന് പറയുമ്പോ നെഗറ്റീവ് ഉണ്ടാക്കാതെ വെരുപ്പ് എന്നാലും നെഗറ്റീവ് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇവിടെ. നെഗറ്റീവ് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇവിടെ.
കാരണം എന്നാണ് വളരെ ക്ലിയർ ആയിട്ട് ഒരു മിനിറ്റ് അന്വേഷ വളരെ ക്ലിയർ ആയിട്ടാണ് ജാമിത ടീച്ചർ സ്വന്തം നില വ്യക്തമാക്കിയത്. വളരെ ക്ലിയർ ആണ്, ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി. ഷംസുക വീണ്ടും വീണ്ടും അതിനെ തോണ്ടിക്കൊണ്ടിരിക്കുക. അതായത് നമ്മളിപ്പോ എല്ലാ രീതിയിലും ഇപ്പൊ ക്ലിയർ ആക്കി ഷംസുകയുടെ ചോദ്യത്തിനൊക്കെ ഉത്തരം തന്നു. ഇനി ഷംസുക ഒന്നിരിക്കും. ഇവിടെ ഒരു ബാക്കവി വന്നിട്ടുണ്ട്. ആ ബാക്കവി എന്തിനാ വന്നതെന്നൊന്ന് ചോദിക്കാം. ഈ മോളിൽ നമ്മുടെ ഇവിടുത്തെ ബഹുസ്വര സമൂഹത്തിൽ ഖുറാനും ഇസ്ലാമും ഭീഷണിയാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ അല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ഷംസുക്കാക്ക് പറയാം, അല്ലെങ്കിൽ ബാക്കവി ഷിഹാബ് ബാക്കവി നിങ്ങൾക്ക് ഇവിടെ ജാമിത ടീച്ചർ ഉള്ള സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം. ഞങ്ങൾ വിശ്വസിക്കുന്നു ഖുറാൻ ഭീഷണിയാണ് ബഹുസ്വര സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു സമൂഹത്തിൽ തീർച്ചയായും ഖുറാനിലെ വചനങ്ങൾ ഞങ്ങൾക്ക് ഭീഷണിയാണ്, ജാമിത ടീച്ചർക്കും ഭീഷണിയാണ്. മതം മുഴുവൻ അള്ളാഹുവിനാകുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. ഇത് ഭയങ്കര ഭീഷണിയാണ്. ഇതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. പേഴ്സണൽ അറ്റാക്ക് ഒക്കെ നിർത്തിയിട്ട് ഈ വിഷയം ചർച്ച ചെയ്യും. ബാക്കവി എന്ത് പറയുന്നു? ബാക്കവി സിസ്റ്ററെ താങ്ക്സ്, ജാമിത ടീച്ചറെ താങ്ക്സ്. ഇത്രയും നേരം എന്നോട് സംസാരിച്ച ജാമിത ടീച്ചറിനോട് ഒരുപാട് നന്ദി. അവസരം തന്ന മോഡറേറ്റർമാരായാലും ശരി, സിസ്റ്റർ ആയാലും ശരി, ഒരുപാട് നന്ദി. നിങ്ങളെ ചർച്ച ഇല്ല, ഷംസുക്ക ഇടയ്ക്കിടയ്ക്ക് വരണം ഷംസുക്ക. കാരണം നിങ്ങളെ പോലെയുള്ള ആളുകൾ വന്ന് ഞങ്ങളോട് സംസാരിക്കണം. നമുക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ആശയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കാൻ പറഞ്ഞ കർത്താവാണ് ഞങ്ങളുടെ യേശുക്രിസ്തു. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഞങ്ങളുടെ തപ്പിടരിക്ക് മീതെ വെട്ടിക്കൊള്ളുക എന്നൊക്കെ പറഞ്ഞ ആയത്തുകളൊക്കെ വായിക്കുമ്പോഴും ഞങ്ങൾ നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുകയാണ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വന്നല്ലോ. ഈ കിതാബൊക്കെ വായിച്ചിട്ട് നിങ്ങൾ ഇതിനെയൊക്കെ നിസ്സാരപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഇതൊക്കെ വിശ്വസിച്ച് ഒരു ദിവസം ആ നാൾ വരും, ലോകം മുഴുവൻ അള്ളാഹുവിനാകും എന്നൊക്കെ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ വളരെ ദുഃഖിക്കുന്നുണ്ട്. അല്ലാതെ നിങ്ങളോടൊക്കെ സ്നേഹമേ ഉള്ളൂ, ഞങ്ങളോടൊന്നും ഒരു തരത്തിലുള്ള വിദ്വേഷമോ ഇല്ല. പിന്നെ ഖുറാനും ഹദീസും വായിക്കുമ്പോൾ ചിരി വരുന്നത് സ്വാഭാവികമാണല്ലോ. അപ്പൊ അത് നിങ്ങളെ കളിയാക്കാനൊന്നുമല്ല, എഴുതി വെച്ച ആളുടെ പൊട്ടത്തരം ഓർത്തിട്ടാണ് ഞങ്ങൾ ചിരിക്കാറുള്ളത്. പക്ഷെ ഭീഷണി തീർച്ചയല്ലേ ഷംസുക്ക? ഇസ്ലാമിന് ഭീഷണിയല്ലേ? ചിന്തിക്കാൻ വേണ്ടിട്ട് ഒരു വാക്ക് പറയാണ്. അതായത് അതായത് ക്രിസ്ത്യാനിറ്റിയുടെ തുടക്കം യേശു ക്രിസ്തു ആണെന്നുണ്ടെങ്കിൽ പിന്നെ ക്രിസ്തുവിന്റെ തിരിച്ചു വരവോടുകൂടി ലോകത്തുള്ള എല്ലാ ക്രിസ്ത്യാനികളും മുസ്ലിം ആവും. അപ്പൊ നിങ്ങള് മതപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കണം. അത് ഭാവിയിൽ എല്ലാവരും മുസ്ലിങ്ങളെ ആവുള്ളൂ. അത് ഈ സിസ്റ്റർക്ക് ജീവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാം, അള്ളാന്റെ യോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വ്യാമോഹമാണ്. അത് നിങ്ങളുടെ വ്യാമോഹമാണ് ഷംസുക്ക. യേശുക്രിസ്തു തിരിച്ചു വരുമ്പോ മുസ്ലിം ആകുമെന്ന് നിങ്ങളുടെ വ്യാമോഹം, ഏതോ പൊട്ടൻ പറഞ്ഞ് നിങ്ങൾ വിശ്വസിച്ചോണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളിപ്പോ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഒരു മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരെയും ഇല്ലാതാക്കണം. ഈ മതം മുഴുവൻ അള്ളാഹുവിനാകുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്ത് എല്ലാവരെയും കൊല്ലാനല്ലേ പറയുന്നത്? കൊല്ലുന്നതാണോ നിങ്ങളുടെ മതം? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മതം ഇസ്ലാം മാത്രമാകുന്നു. അത് 3:18, ഖുറാൻ 3:18 പറയുന്നു. അള്ളാഹുവിന് മതമുണ്ടോ? ദൈവത്തിന് മതം വേണോ ഷംസുക്ക? എന്തൊരു ദൈവമാണിത്? ദൈവത്തിന് മതം വേണോ? മനുഷ്യർക്കല്ലേ മതം, ദൈവത്തിന് മതം വേണോ? ഇമ്രാൻ 18 പറയുക, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, അള്ളാഹു ഷഹാദത്ത് കലീമ ചൊല്ലി അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ലെന്നങ്ങ് പ്രഖ്യാപിച്ചിരിക്കുക. ഇതെന്ത് ജാതി ദൈവമാ? അള്ളാഹു എന്തിനാ ഷഹാദത്ത് പറയുന്നത്, സാക്ഷ്യം പറയേണ്ടത്? സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? യേശുക്രിസ്തു ആകാശത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. താഴത്ത് വന്നുങ്ങാട്ട് വരാനായിരുന്നു, ഏകദേശം സമയമായിരുന്നു. താഴത്ത് വരും, വന്നുങ്ങാട്ട് പിന്നെ എന്താ പറയാ പരിവർത്തനം നടത്തും. അതേമാതിരി പിന്നെ കല്യാണം കഴിക്കും, മക്കളൊക്കെ ഉണ്ടാവും. നമ്മളെ പോലെ സാധാരണ ഇത് ഞാൻ പറഞ്ഞ തെറ്റാണെന്നുണ്ടെങ്കിൽ ജാവേദ ടീച്ചറോട് ചോദിച്ചു. ജാവേദ ടീച്ചറിന് വേണ്ടി ഞങ്ങളൊരു പുതിയ ആയത്ത് ഇറക്കിയിട്ടുണ്ട്. ഷംസുക്കയ്ക്ക് വേണ്ടി ഒരു ആയത്ത് ഞങ്ങൾ പുതുതായിട്ട് ഇറക്കിയിട്ടുണ്ട്. ആ ആയത്ത്, അതായത് ഇതുപോലെ ഒരു ആയത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നൊക്കെ അള്ളാഹു വെല്ലുവിളിച്ചില്ലേ? അള്ളാഹുവിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് ഞങ്ങൾ ഇറക്കിയ ആയത്ത് ഇതാ ഇപ്പൊ കേൾപ്പിക്കാമേ. അത് കേട്ടിട്ട് ഷംസുക്ക പോകാവോ? അനീഷ് ബ്രദറെ, സൂറ 115 ഒന്നാമത്തെ ആയത്തിന്ന് കേൾപ്പിച്ചേ.
എന്നെ സഹിച്ച താഴത്തുള്ള ശ്രോതാക്കളോടും നന്ദി. ജാവിദ ടീച്ചറോടും ടീച്ചറോടും എല്ലാരോടും പോവല്ലേ ഷംസുക്ക, ഞാൻ മതം ഫോളോ ചെയ്യുന്ന ഭാഗം പറഞ്ഞില്ല ഇതുവരെ. എന്നെ നിരാശപ്പെടുത്തല്ലേ. ഞാൻ അതിന് പിന്നെ അലി സിസ്റ്ററിന്റെ ഇടയിൽ കയറി. പിന്നെ ഞാനെന്താ നമുക്ക് ഇനി അവസരം ഉണ്ടാവില്ല. പിന്നെ ജാവിദ ടീച്ചറെ قل هذا هو الكتاب فيه اللفظ وهذا طريق معه مسلم من يحضر الشر إن في ذلك لآية لقوم يتفكرون إلا الله غافل ومريم പറയുക ഗ്രന്ഥമതിലൂഹാമല്ലാതെ മറിച്ചൊന്നുമില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്കു വളഞ്ഞവരി കാണിക്കുന്നതത്ര ഇത് തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ആളുകൾക്കൊരു ദൃഷ്ടാന്തമുണ്ട്. അല്ലാഹു ഏറെ ശ്രദ്ധനും സംശയാനുവുമാണ്. ഷംസുക്ക, ഞാൻ കേട്ടു. 115 സൂറ നമ്പർ 115 സൂറ മാക്രി, അതിന്റെ 1-ാമത്തെ ആയത്താണ് ഇപ്പൊ നമ്മള് പ്രൊഡക്ഷൻ. ഓക്കെ, അവസരം താങ്ക്സ്. പിന്നെ ജാവിദ ടീച്ചർ നമുക്ക് ഇനി പിന്നെ സംസാരിക്കാനോ? ഇപ്പൊ അടുത്ത ആള് വന്നിട്ട് അറിഞ്ഞ് പിന്നെ ലീ സിസ്റ്റർ. അപ്പൊ അല്ല, നിക്ക് അതിന് 1 മിനിറ്റ് പോലും വേണ്ടല്ലോ ഷംസുക്ക. ഞാൻ എവിടെയാണ് മതം ഫോളോ ചെയ്തത് നിങ്ങൾ കണ്ടത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മതം വിട്ട നിങ്ങൾക്ക് എല്ലാ ഷംസുക്ക പറഞ്ഞത് ടീച്ചർക്ക് മനസ്സിലായില്ല. അതായത് ടീച്ചർ മദ്യപാനം ചെയ്യുന്നില്ല, മറ്റേ വേണ്ടാത്ത രീതിയിൽ അപമാനകരമായ രീതിയിൽ ജീവിക്കുന്നില്ല, പ്രത്യേകിച്ച് മദ്യപാനത്തെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ടീച്ചർ അതൊക്കെ ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ മതവിശ്വാസിയാണെന്ന്. മദ്യം കുടിച്ചില്ലെങ്കിൽ നിങ്ങൾ മതവിശ്വാസിയാ. മതവിശ്വാസി അല്ലെങ്കിൽ മദ്യം കുടിച്ച് ഉസ്താക്കന്മാരെ പോലെ ഓരോന്നൊക്കെ കാണിച്ച് നടക്കും, പിള്ളേരെ ഉപദ്രവിക്കുകയും വേണ്ടാത്ത രീതിയിലൊക്കെ നടക്കും. അതാണ് പുള്ളി പറഞ്ഞത്. ടീച്ചർക്ക് അത് മനസ്സിലായില്ല. ഷംസുക്ക, ഒരു കാര്യവും കൂടി ഞാൻ പറയാം ഷംസുക്ക. ഞാൻ ഈ മതം ഉപേക്ഷിച്ചിട്ട് ഏകദേശം 10-ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു. ഞാൻ ഈ മതം നന്നായി പഠിച്ച് ഈ മതം ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച വ്യക്തിയാണ്. ഒരാഴ്ചയിൽ 11ഓളം ഖുർആൻ ക്ലാസ്സുകൾ മദ്രസകളിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ മദ്രസയിൽ, സുന്നികളുടെ മദ്രസയിൽ, അതുപോലെ പിന്നെ അവിടെ വേറെ ഒരു വിഭാഗമുണ്ട്, ഖുർആനിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, ഇവരുടെ ഒക്കെ മദ്രസകളിൽ പഠിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോകുകയാണ്. തമിഴ്നാട്ടിൽ മാത്രം രൂപം കൊണ്ട ഒരു വിഭാഗമാണ് തൗഹീദ് ജമാഅത്ത്. നമ്മുടെ മണിപ്പാലിന്റെ ഒക്കെ മണിക് ഫാൻ ഉണ്ടല്ലോ, അദ്ദേഹത്തെ കളിയാക്കി പറയുന്നതാണ് മണിപ്പാൽ എന്ന്, മണിക് ഫാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ സംഘടനയിൽ ഖുർആൻ ക്ലാസ്സുകളൊക്കെ എടുത്ത് അദ്ദേഹത്തിന്റെ മദ്രസകളിലൊക്കെ അദ്ദേഹത്തിന്റെ ആശയം ഫോളോ ചെയ്യുന്ന മദ്രസകളിൽ പഠിപ്പിച്ച്, കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സലഫി മദ്രസകളിൽ പഠിപ്പിച്ച് ഖുർആൻ ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്ത് പോകുന്നതിനിടയിലാണ് ചില ഖുർആൻ വചനങ്ങൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ എനിക്കതിനകത്ത് ഒരുപാട് അവ്യക്തതകൾ തോന്നി. ഞാനതൊക്കെ എൻ്റെ പുരോഹിതന്മാരോട് ഞാൻ ചോദിച്ചത് ആരോടാണെന്നറിയാമോ? ഒന്ന്, ഷംസുദ്ദീൻ പാലത്തിന്റെ അധ്യാപകനാണ്, പ്രാസംഗികനാണ്, സംവാദകനാണ്. ഹനീഫ് കായക്കുടി എൻ്റെ അധ്യാപകനാണ്. ഹംസക്കോയ ബാക്കവി എൻ്റെ അധ്യാപകനാണ്. ഇങ്ങനെ ഒരുപാട് മുൻകിട പണ്ഡിതന്മാർ. അപ്പൊ ഇവരോട് എൻ്റെ സംശയങ്ങൾ ഞാൻ ചോദിച്ചു. അവരിൽ നിന്നും കിട്ടിയത് കൂടുതൽ ചിന്തിക്കരുത് എന്നാണ്, കൂടുതൽ പഠിക്കരുത് എന്നാണ്. ഒരു കുട്ടി, ഞാനൊരു അധ്യാപികയാണ്, അപ്പൊ എന്നോടൊരു കുട്ടി വന്നൊരു സംശയം ചോദിക്കുമ്പോൾ കൂടുതൽ ചിന്തിക്കരുതെന്നോ പഠിക്കരുതെന്നോ ആണോ ഞാൻ പറയേണ്ടത്? ഇപ്പൊ മോന് കഴിഞ്ഞ ദിവസം ഒരു ആപ്ലിക്കേഷൻ ഫോം കൊണ്ടുവന്നു. അവന് ഇന്നലെ കിക്ക് ബോക്സിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ സെക്സ് എന്ന് ഒരു ഫോം ഉണ്ട്, ഒരു കോട്ടുണ്ട്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യന് നമ്പർ ഇടുമ്പോഴേക്ക് ഞാൻ കുട്ടിക്ക് ബെഡ്റൂമിൽ കിടന്ന് ഭാര്യയും ഭർത്താവും ചെയ്യുന്ന സെക്സിനെ കുറിച്ചിട്ടാണോ പറഞ്ഞു കൊടുക്കേണ്ടത്? മോനെ, മെയിൽ ആണോ ഫീമെയിൽ ആണോ, നിന്റെ ഇനം ഏതാണ് എന്നാണ് ചോദിച്ചത് എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെ അവനെ അമ്മട്ടി 2 വഴക്കൊക്കെ പറഞ്ഞു വിട്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും സെക്സ് എന്താണ്. അപ്പോൾ എനിക്ക് കൃത്യമായ രൂപത്തിൽ ഉത്തരം നൽകാതെ, എൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കാതെ എന്നെ ഇവർ അടക്കുകയാണ് ചെയ്തത്. അത് പഠിക്കരുത്, അത് വായിക്കരുത്, അത് യുക്തിവാദികളുടെ ചിന്തയാണ്. അതുവരെ യുക്തിവാദികൾ എന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത ഞാൻ പിന്നീട് എന്താണ് ഈ യുക്തിവാദികൾ എന്ന് അന്വേഷിക്കാൻ ഒരു കാരണമുണ്ട്.
അങ്ങനെ ഇതിനെക്കുറിച്ച് ശരിക്കും പഠിച്ച് ഹദീസുകൾ പഠിച്ച് അതിൻ്റെ ഉറവിടങ്ങൾ ഉസൂലുൽ ഹദീസ് ആണെങ്കിലും ഉലൂമുൽ ഹദീസ് ആണെങ്കിലും തഹസ്സുസുൽ ഹദീസ് ആണെങ്കിലും ഇതിനെ സംബന്ധിച്ച് ശരിക്കും പഠിച്ച് മനസ്സിലാക്കി ഈ ഇസ്ലാം എന്ന ആശയം, ഈ ഗ്രന്ഥം, ഈ മതം ഒരു കാലത്തിനും യോജിച്ചതല്ല, മാനവ കുലത്തിനെ തന്നെ ബാധിച്ച ക്യാൻസർ ആണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ഇസ്ലാം എന്ന മതം ഞാൻ ഉപേക്ഷിച്ചത്. ഈ മതത്തിന്റെ ഒരു നൂലാമാലയും അന്ന് മുതൽ ഇന്നു വരെ ഞാൻ ഫോളോ ചെയ്തിട്ടേ ഇല്ല. എനിക്കത് ഇഷ്ടവുമല്ല. ഛർദിച്ചു, അതെന്റെ ബോഡി വേസ്റ്റ് ആണ്. പിന്നീട് അതെടുത്ത് തിന്നുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അസംഭവ്യമാണ്. എന്നാൽ ഞാൻ എന്നിലെ വ്യക്തി ഇല്ലാതായി തീരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ മതത്തിന്റെ ഒന്നും അപരിഷ്കൃതമായ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രകാലത്തിന്റെ നിർമ്മിതിയിലെ ഒരു പോയിന്റ് പോലും ജാമിദാക്ക് ആവശ്യമില്ല. ജാമിദ അത് വലിച്ചെറിഞ്ഞതാ. മക്കളെ മതം പഠിപ്പിച്ചിട്ടില്ല. അവർ പ്രായപൂർത്തിയാകുമ്പോൾ അവർക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് അപരന് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ അവര് സ്വീകരിച്ചോട്ടെ, തിരഞ്ഞെടുത്തോട്ടെ, ഒരു പ്രശ്നമില്ല. എൻ്റെ 4 മക്കളും മതം എന്താണെന്ന് പോലും അറിയാത്ത രൂപത്തിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ മൊറാലിറ്റി ഉണ്ട്. ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടാണ് ജീവിക്കുന്നത്. മറ്റൊരാളിന്റെ പേന പോലും അപഹരിക്കരുത്, അത് അവന്റെ പേരൻസ് അവന് വാങ്ങിക്കൊടുത്തത് അവൻ ഉപയോഗിക്കാനാണ് എന്ന രൂപത്തിലുള്ള ഒരു മൊറാലിറ്റി എൻ്റെ ചെറിയ മോനടക്കം ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് നല്ലത് എന്ന് മനസ്സിലാക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പൊ എന്നെക്കുറിച്ച് താങ്കൾ പറഞ്ഞത് വെറും ആരോപണം മാത്രമാണ്. ഞാൻ ഇപ്പോഴും മതം ഫോളോ ചെയ്യുന്നു എന്ന് ഇല്ല. ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അർത്ഥം അറിഞ്ഞു തന്നെയാണോ താങ്കൾ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ താങ്കൾ എന്നെക്കുറിച്ച് പറഞ്ഞത് ഇല്ലാ കഥകൾ മാത്രമാണ്, ആരോപണമാണ്, അതിനടിത്തറയില്ല. ഓക്കെ, കണ്ടതിൽ സന്തോഷം. ഏതായാലും നിങ്ങളുമായിട്ട് സംസാരിച്ചതിൽ എനിക്കൊരു സന്തോഷം. പക്ഷെ മതം നിങ്ങൾ ഫോളോ ചെയ്യില്ല. പക്ഷെ മതം വിട്ടിട്ടാണ് നിങ്ങൾ ഇന്ന് ഈ നിലയിലൊക്കെ എത്തിയതും. ഈ എന്താ പറയാ, ഇപ്പോഴും കഞ്ഞുടിച്ചതൊക്കെ മതം വിട്ടിട്ടാണ്. അത് മുന്നോട്ട് ഏതായാലും പോട്ടെ. അല്ല, അതും താങ്കൾ പറഞ്ഞത് ആരോപണമാണ്. ആരോപണമാണ്. അല്ല, താങ്കൾക്ക് എന്താണ് അതിന്റെ തെളിവ്? ആധികാരികത സബ്മിറ്റ് ചെയ്യണം ഷംസുക്ക. ഒരു കാര്യം പറയുമ്പോൾ ആധികാരികത സബ്മിറ്റ് ചെയ്യണം. കുറ്റം പറഞ്ഞിട്ടല്ല നിങ്ങൾ ജീവിക്കണേ. അല്ല, അത് താങ്കൾക്ക് തെറ്റിപ്പോയി. എന്റെ ഭർത്താവ് യൂസ്ഡ് കാറിന്റെയും ബൈക്കിന്റെയും ബിസിനസ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് അതിന്റെ ഷോറൂം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കഞ്ഞി കുടിക്കുന്നത്. ഞാനും എൻ്റെ മക്കളും സുരക്ഷിതരായി സന്തോഷത്തോടെ ജീവിക്കുന്നത് അദ്ദേഹം അധ്വാനിച്ച് ഞങ്ങളുടെ കുടുംബം പോറ്റുന്നത് കൊണ്ടാണ്. അതല്ലാതെ എനിക്ക് വേറെയും ബിസിനസ് ഉണ്ട്. ഈ മതം വിൽക്കുന്നു എന്ന് താങ്കൾ എന്താണ് പറയുന്നത്? ഈ മതം എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, ബോധവൽക്കരണം നടത്തുന്നുണ്ട്. സാക്കിർ നായിക് എങ്ങനെയാ ജീവിക്കുന്നത്? മതം വിറ്റിട്ടല്ലേ? താങ്കൾക്ക് വിഷമമുണ്ടോ? MM അക്ബർ എങ്ങനെയാ ജീവിക്കുന്നത്? മതം വിറ്റിട്ടല്ലേ? താങ്കൾക്ക് വിഷമമുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാ ജീവിക്കുന്നത്? മതം വിറ്റിട്ടല്ലേ? താങ്കൾക്ക് വിഷമമുണ്ടോ? റഫീഖ് സലഫി, മുജാഹിദ് ബാലുശ്ശേരി, ഹാരിസ് മദനി ഇവരൊക്കെ യൂട്യൂബിൽ ചാനലുകൾ ഉണ്ടാക്കി മതം വിറ്റിട്ടാ ജീവിക്കുന്നത്. വിഷമമുണ്ടോ? ഈ വിറ്റ് ജീവിക്കാൻ പറ്റിയ മതമാണോ ഇസ്ലാം എന്ന് പറയുന്നത്? അതൊരു പേപ്പട്ടി മതം. ഇത് വിൽക്കാൻ കൊള്ളത്തില്ല. ഇപ്പൊ ജാമിദ ടീച്ചർ, ഇപ്പം മുസ്ലിങ്ങളിൽ പലരും ഇത് വിറ്റ് ജീവിക്കുന്നു, ശരിക്കും വിറ്റ് ജീവിക്കുന്നുണ്ട്. അതൊരു പേപ്പട്ടി മതമാണ്. അതിന്റെ സത്യം എന്തുവാണെന്നും അത് മാനവജാതിക്ക് എന്ത് ദോഷം ചെയ്യുന്നു അറിയാതാണ് ഈ MM അക്ബറിനെ പോലുള്ളത് വിറ്റ് ജീവിക്കുന്നത്. വിറ്റ് ജീവിക്കുന്നതിനേക്കാളുണ്ടല്ലോ ഈ ഇസ്ലാമിന്റെ കൊടുത്ത ആ ആശയങ്ങൾ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന വ്യഭിചാരശാലയുടെ വർണ്ണനകൾ, മദ്യത്തിന്റെ വർണ്ണനകള്, ആ ഒരു പരിഷ്കൃത ലോകത്തിൽ പറയാൻ കൊള്ളാത്ത പ്രാകൃത വൈകൃതമായ ആശയങ്ങളെ ആവേശത്തോടു കൂടി പൊതുജനത്തിന്റെ മധ്യത്തിൽ പറഞ്ഞ ആളിനെ കൂട്ടി കാശുണ്ടാക്കുന്ന പലരെ അറിയാമല്ലോ. മുഹമ്മദിന്റെ കയ്യിൽ ഇപ്പോൾ തന്നെ പറഞ്ഞ അതേ ആൾ കൂടും. കാരണം അത്രയ്ക്ക് വൃത്തികേടുകളാണ് മുഹമ്മദ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് സത്യത്തില് ഈ മതം വിറ്റ ഉമ്മാര് വിറ്റു എന്ന് പറയും. പക്ഷെ മതം വിറ്റവന് അത് വിറ്റ് ജീവിക്കേണ്ട ഒരു ആവശ്യം. കാരണം അത്രയ്ക്ക് പൊളിച്ചൊരു മതമാണ്. നല്ല ആശയം വല്ലതും ആണെങ്കിൽ നമുക്ക് പറയാം മതം അതിനെ കുറിച്ച് പറഞ്ഞ 10 കാശ് കിട്ടും. ഈ വൃത്തികെട്ട അതിനെ കുറിച്ച് പറഞ്ഞത് കാശ് വാങ്ങി ജീവിക്കാന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ഒരു നിലവാരം കുറഞ്ഞൊരു കാര്യം വേറെ ഒന്നും ഇല്ല. അതുകൊണ്ട് സംസ്കൃതരെ ദയവായിട്ട് നിങ്ങളുടെ മതത്തിന്റെ അത് വിറ്റാൽ ജീവിക്കാൻ പറ്റുമെന്ന് പറയണ്ട. അത് നിങ്ങളുടെ ആൾക്കാർക്ക് മാത്രമേ അത് കൊള്ളത്തുള്ളൂ. വിറ്റ് ജീവിക്കാൻ.
അല്ലാതെ മറ്റ് മതം വിട്ടവനും മറ്റാർക്കും അത് കൊള്ളണം. ഓക്കെ, മതം വിറ്റ് ജീവിക്കുന്നവരെ ഞാൻ കാണിച്ചു തരാം സുഹൃത്തെ. പ്രവാചകന്റെ പിന്മുറക്കാരാണെന്ന് പറഞ്ഞ്, പ്രവാചകന്റെ കുടുംബാംഗമാണ് എന്ന് പറഞ്ഞ്, തങ്ങൾ കുടുംബമാണെന്ന് പറഞ്ഞ് ആത്മീയതയിൽ ഊന്നിയ രൂപത്തിൽ കാപട്യങ്ങളും ചികിത്സകളും വിറ്റ് ജീവിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. അവരെയൊക്കെ കുറിച്ച് ഓർത്ത് താങ്കൾക്ക് വേദനയുണ്ടോ? ടീച്ചറെ ഇതോടെ ഉണ്ടോ? ആ ടീച്ചറെ രോമവും മൂത്രവും വരെ ഉണ്ടെന്ന് ആ അതാണ് പ്രവാചകന്റെ കാഷ്ടം. പ്രവാചകന്റെ കാഷ്ടത്തിന്റെ ഒരു കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ അതുകൂടി വിറ്റ് ജീവിക്കാമായിരുന്നു എന്ന് ആലോചിച്ച് പ്രവാചകന്റെ കബറിന്റെ മുകളിലുള്ള മണ്ണ് ചുരണ്ടി കൊണ്ടുവന്ന് നബിയുടെ മുടിയാണെന്ന് പറഞ്ഞു കൊണ്ടുവന്ന് ഇവിടെ വിറ്റ് ജീവിക്കുന്ന ആളുകൾ ഇല്ലേ? ഞാന് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ആശയം പറയുന്നത്. 1 മണിക്കൂർ നിങ്ങളുമായിട്ടൊരു ഡിബേറ്റിന് ഇരിക്കണമെങ്കിൽ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ട് ഞാൻ, എത്ര കണ്ട് ഈ വിഷയങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഞാൻ. ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന നിങ്ങളുമായി തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന ഞാൻ 1 മണിക്കൂർ പിടിച്ചു നിൽക്കണമെങ്കിൽ എത്ര കണ്ട് കഷ്ടപ്പെടുന്നുണ്ട് ഞാനൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. കൊന്നാലും ചത്താലും കൊല്ലപ്പെട്ടാലും സ്വർഗം കിട്ടുമെന്ന് പറയുന്ന ഈ ആശയം വലിച്ചെറിഞ്ഞിട്ട് ഇതൊന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഞാൻ എൻ്റെ ജീവനാണ് പണയം വെച്ചത്, എൻ്റെ നിർഭയത്വമാണ് പണയം വെച്ചത്, എൻ്റെ കുടുംബവുമൊത്ത് സന്തോഷത്തോടുകൂടി ഒരു ഉല്ലാസയാത്ര പോകാനുള്ള സൗകര്യമാണ് ഞാൻ പണയം വെച്ചത്. ശരിക്കു പറഞ്ഞാൽ ഈ മതത്തിന്റെ പേരിൽ ത്യാഗം ചെയ്ത് ജീവിക്കുന്ന ആളാണ് ഞാൻ. ഒരു സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ എന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കണ്ടിരുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് പോലും ഞാൻ മുർത്തദ്ദായി മാറി. അങ്ങനെ വേദനിച്ച് ഞാൻ ജീവിക്കേണ്ടി വരുന്നത് ഈ മതം കാരണമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ മതം എന്നെ കൊണ്ട് ജീവിക്കുന്നു എന്ന് വേണം പറയാൻ. മതത്തെ കൊണ്ട് ഞാനല്ല ജീവിക്കുന്നത്. ശംസുക്ക, പിന്നെ എന്റെ പ്രൊഫൈൽ പിക് കൂടെ ഒന്ന് വായിച്ചേക്ക് പോകുമ്പോ. എന്റെ പ്രൊഫൈൽ പിക് കൂടെ ഒന്ന് വായിച്ചേക്കണം. ഞാൻ ഇവിടെ അല്ല, എന്റെ പ്രൊഫൈൽ പിക് കൂടെ ഒന്ന് വായിച്ചേക്കണം. ജാവേദ് നമുക്ക് ഇനി സംസാരിക്കട്ടോ ജാവേദ് ടീച്ചറെ? എനിക്ക് ഇത്തിരി അവസരം എന്റെ പ്രൊഫൈൽ പിക് ഒന്ന് വായിച്ചേരേ ഒന്ന് പോകുന്നതിന് മുമ്പ്. ജാവേദ് ടീച്ചർ ഏതായാലും പിന്നെ ടീച്ചറിനോട് നന്ദി എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഒരു അവസരം തന്നേരും. അതേപോലെ സന്തോഷം. വീണ്ടും വരണം ശംസുക്ക, കാണാം. വീണ്ടും വരണം, കാണാം. വീണ്ടും വരണം, വീണ്ടും വരണം ഷംസുക്ക, വീണ്ടും വരണം. നമുക്ക് പിന്നെ ഒരു അവസരം ഷംസുക്കയെ പോലുള്ള വീണ്ടും വരണം. എന്നിട്ട് മുഹമ്മദിനെ 2 ദിവസം കേൾപ്പിക്കണം. അങ്ങനെല്ലാം മെച്ചമുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വാ. അത് നിങ്ങള് ദേശങ്ങൾ തീർത്തുകൂടായിരുന്നു, കുഴപ്പമില്ല. പായോണ്ടുണ്ടാകുന്ന പൂച്ചനോട് തന്നായത് നിങ്ങളെ പിന്നെ എന്താ പറയാ, പോയിട്ട് വാ. ഓക്കെ, താങ്ക്സ് എല്ലാരും താഴെ കുത്തുന്ന ശ്രോതാക്കളോട് എല്ലാരോടും നന്ദി. ഓക്കെ, എല്ലാരോടും അസ്സലാമു അലൈക്കും. നല്ല മനുഷ്യനാണ് ശംസുക്ക. ഈ ബാഖവി നമ്മുടെ കൂടെ ഇരുന്നിട്ട് അതെന്താ നല്ല മനുഷ്യനെന്ന് പറയാൻ തൊട്ടത്തെ വല ചെയ്തോണ്ടാണ്. അല്ല, ആ പറഞ്ഞതിൽ വേറൊരു ധ്വനി കൂടിയുണ്ട്. നമ്മളാരോ 4 ആളെ കൊന്നവരാണെന്ന്. ശംസുക്ക മാത്രം ഒരു പാവം. ഞാൻ പാവെന്ന് പറഞ്ഞതേ, ഒരാളൊരു മതത്തിൽ ജനിക്കുന്നത് അവരുടെ നന്മ കൊണ്ടോ അവരുടെ തിന്മ കൊണ്ടോ ഒന്നും അല്ലല്ലോ. ഓരോരുത്തരും ഓരോ ജനിക്കുന്നു. പക്ഷെ അതിനുശേഷം ബുദ്ധി ഉപയോഗിച്ചിട്ട് തനിക്ക് എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, ഇവർക്ക് മാത്രം ഇല്ലല്ലോ. ആക്ച്വലി ഇവരുടെ ഈ മൊത്തത്തിനെ കൊല്ലണമെന്നുള്ള നിയമം വന്ന് എല്ലാ രാജ്യങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞാല് ബാക്കി എത്ര പേര് ശേഷിക്കും? വിരലിലെണ്ണാൻ മുസ്ലിം ശേഷിക്കും, അല്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അതെ അതെ, വളരെ യാഥാർത്ഥ്യമാണ്. ഇപ്പോ ഇറാനൊക്കെ കണ്ടില്ലേ, നമ്മുടെ സൽമാൻ റുഷ്ദിയോടൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതല്ലേ. ഇവിടെ ഷംസുക്കയൊക്കെ ആദ്യം പുറത്തു ചാടും. ഈ കഴുത്തിന് മുകളില് കത്തി വരുമല്ലോ എന്നുള്ള പേടി കൊണ്ടാണ് ഇവരൊക്കെ നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ ബാഖവി വന്നിട്ട് ബാഖവി ഇവിടെ എഴുതിയിട്ടിട്ട് പോയി, നിരീശ്വരവാദിയെ കൊണ്ട് ക്രിസ്തുമതം മുന്തിക്കേണ്ട അവസ്ഥ നിരീശ്വരവാദിയുടെയും ക്രിസ്ത്യാനികളുടെയും. ക്രിസ്ത്യാനിറ്റിയെ ഉന്തിക്കാൻ വേണ്ടിയാണോ ടീച്ചറെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് പറയാമോ? അല്ല, അവർക്ക് എന്തും പറയാം. പ്രത്യേകിച്ച് ആര് പറയുന്നു, എവിടെ പറയുന്നു എന്നതിനേക്കാൾ ഏറെ പറയുന്ന വസ്തുതകളെ സംബന്ധിച്ച്
ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇവരുടെ ക്ലബ് ഹൗസിൽ ഒരു റൂം ഇട്ടിട്ട് ഇവര് വിളിക്കട്ടെ. ഞാൻ എവിടെയാണെങ്കിലും നമുക്ക് സംസാരിക്കാൻ വേണ്ടത് സ്വാതന്ത്ര്യമാണ്. നമുക്ക് ഇൻട്രപ്ഷൻ ഇല്ലാതെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയെ സംബന്ധിച്ച് സമർത്ഥിക്കാൻ, എതിരാളി ഒരു കാര്യം ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് മറുപടി പറയാം. നമുക്കൊരു അവസരമേ വേണ്ടൂ. ആ അവസരം ഇവര് തരുമെങ്കിൽ നമ്മൾ ഇവരുടെ അടുത്തേക്ക് പോകും. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പോഴേക്ക് അവര് പറയുന്നു, ഇവര് പറയുന്നു, അവിടെ പറയുന്നു എന്നുള്ളതല്ലല്ലോ. അതൊക്കെ മുട്ടാത്തർക്കമാണ്. മറുപടികൾ ഇല്ലാതെ വരുമ്പോൾ മാത്രം ഇവര് പറയുന്നതാണ്. അത് ഹമുക്ക് വാക്ക് ചെവിക്ക് പുറത്ത് തട്ടിയേക്ക്. ഇങ്ങനെ ഓരോ മെസ്സേജ് ചാറ്റിൽ എന്തെങ്കിലും എഴുതിയിട്ടിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു ഓടുകയാണ്. ബാക്കിയോട് വന്ന് മുകളിൽ വന്നിട്ട് ജാമിത ടീച്ചറോട് സംസാരിക്കാനുള്ള ധൈര്യമില്ല. മുകളിൽ കയറി വന്നിട്ട് പിന്നെ തന്നെ ഇറങ്ങി പോയിട്ട് ഇടയ്ക്ക് വന്നു. ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം. ജാമിത ടീച്ചർ ഇവിടെ ക്രിസ്ത്യാനിറ്റിയെ ഉന്തിക്കാനോ ഒന്നും ഞങ്ങൾ വിളിക്കുന്നതല്ല. മതം വിട്ടവരോ നിങ്ങൾക്ക് മുസ്ലിങ്ങളല്ലേ ഇവിടെ വന്ന് സംസാരിക്കുന്നത്. മുസ്ലിങ്ങൾ സംസാരിക്കുന്നതിന് ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, ആശയവിനിമയം നടത്തുന്നു. അതുപോലെ തന്നെയാണ് ജാമിത ടീച്ചർ. ആരിവിടെ വന്നാലും മര്യാദയ്ക്ക് സംസാരിക്കുന്ന ആര് വേണമെങ്കിലും ഇവിടെ വരാൻ സംസാരിക്കാം. നിരീശ്വരന്മാരും വരാറുണ്ടല്ലോ. ഇവിടെ വരുന്ന ഒരു ക്രിസ്ത്യാനിറ്റിയെ ഉന്തിക്കാനായിട്ടാണോ മുസ്ലിങ്ങളോട് വരുന്നത്? അല്ലെങ്കിൽ നിരീശ്വരന്മാർ ഇവിടെ വരുന്നത് ക്രിസ്ത്യാനിറ്റിയെ ഉന്തിക്കാനായിട്ടാണ്? ക്രിസ്ത്യാനിറ്റിയെ ഉന്തിക്കാൻ ആരുടെ ആവശ്യം? ആരുടെയും സഹായം വേണ്ട. 2000 വർഷമായിട്ട് ഈ ലോകത്ത് ക്രിസ്ത്യാനിറ്റി ഉണ്ട്. അതിനെ ഉന്താനും തള്ളാനും ആരുടെ സഹായവും വേണ്ട. റൂമിൽ ആരെങ്കിലും വന്നാൽ ഞങ്ങൾ അവരെ വിളിക്കും, ആദരിക്കും, അവർക്ക് പറയാനുള്ളത് കേൾക്കും. ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടേത്. അല്ലാതെ നിങ്ങൾക്കൊന്നും പറയാനില്ല. ജാമിത ടീച്ചർ പറഞ്ഞാണ് ശരി, ഓരൊന്നും പറയാനില്ല. അപ്പൊ എന്തെങ്കിലും ഒന്ന് പറയുക. ഇവിടെ ഏതെങ്കിലും ഒരു മുസ്ലിമിന് താഴെ ഇരിക്കുന്ന ധാരാളം പേരുണ്ടല്ലോ, നിങ്ങൾ പറയൂ. ഈ മതത്തിന്റെ ഭീഷണി അമേരിക്ക മുതൽ ന്യൂസിലാൻഡ് വരെ, പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെ ഏത് രാജ്യത്തും മുസ്ലിങ്ങൾ അമിതമായിട്ട് ഒരു നമ്പർ അവരുടെ കൂടി കഴിയുമ്പോൾ, ഒരു 5% ഒക്കെ ആയി കഴിയുമ്പോൾ അവരുടെ ഡിമാൻഡും അവര് മനുഷ്യരെ വെറുപ്പിക്കുന്ന പരിപാടി. മനുഷ്യരെ അവര് വെറുപ്പിക്കുക. ലണ്ടനിലോട്ട് നോക്കൂ, ലണ്ടൻ പോലെയാണോ ഇരിക്കുന്നത്? മുഴുവനും കാക്കകളെ പോലെ ഡ്രസ് ഇട്ട് തലയിൽ വെളുത്ത തൊപ്പിയും വെച്ച്, ആണുങ്ങളെല്ലാം വെളുത്ത ഡ്രസ്സ്, പെണ്ണുങ്ങളെല്ലാം കറുത്ത ഡ്രസ്സ്. ഏത് രാജ്യത്ത് ചെന്നാലും ശരി, ഇവരുടേതായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇപ്പോ ബ്രിട്ടൻ ഇവരെ കൊണ്ട് ശരിക്കു പഠിച്ചു. അവിടെ നിന്ന് മൂടും തട്ടി ഇറങ്ങി പോകുന്നത് ആരാണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ മലയാളികൾ. ഇസ്ലാമിനെ വളർത്താൻ പോയതാ. ഇസ്ലാമിനെ വളർത്താൻ എവിടെ ചെന്നാലും മര്യാദയ്ക്ക് ജീവിക്കാൻ ഇവന്മാർക്ക് അറിയാമോ? ഇനിയും എവിടെ ചെന്നാലും ശരി, ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിനും ഉണ്ടാക്കിക്കൊണ്ട് അവിടെ പോയാലുണ്ടല്ലോ, അടിച്ചു മൂലം അവര് പൊളിക്കും. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ തലയും പൊളിഞ്ഞെന്നിരിക്കും. അനുഭവിക്കുക, വേറെ വഴിയൊന്നുമില്ല. UK-യില് ഇന്ന് മലയാളികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചക സ്നേഹം ചെറുതല്ല. അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടുകാർ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചത്, മര്യാദയ്ക്ക് ജീവിച്ചോണമെന്ന്. മര്യാദയ്ക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാമെന്ന്. അതല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാര് തീഹാർ ജയിലിൽ ചെന്ന് ഇടിയും അടിയും കൊതുകുകടിയും കൊള്ളുന്നത് പോലെ അവിടെ ചെന്ന് കിടന്ന് അനുഭവിക്കാമെന്ന് പറഞ്ഞു തന്നത് ഓർമ്മയുണ്ടോ? അതാണ് വാസ്തവം. എവിടെ ചെന്നാലും മര്യാദയ്ക്ക് ജീവിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ലിവർപൂളിൽ ഒരു മലയാളിക്ക് നേരെ നടന്ന ഒരു ആക്രമണത്തെ പറ്റി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി. ആ മലയാളിയുടെ അല്ലെങ്കിൽ ആ വിക്ടിമിന്റെ യാതൊരു തരം ഡീറ്റെയിൽസും പറഞ്ഞില്ല, സംഭവം മാത്രമാണ് പറഞ്ഞത്. അദ്ദേഹം കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ കാർ കേടായി. അതിനുശേഷം ഭാര്യ ഡ്യൂട്ടിയിലായിരുന്നു. രാത്രി 10 മണിക്ക് ഭാര്യ തിരിച്ച് ജോലിക്ക് വന്നതിന് ശേഷം കുട്ടികളെ ഭാര്യ എടുത്താക്കിയതിന് ശേഷം ഒരു ഇടവഴിയിലൂടെ, ഹൈവേയിലൂടെ നടന്ന് വീട്ടു സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് അദ്ദേഹത്തിന്റെ പുറയിലൂടെ ചേസ് ചെയ്ത്
ഒരു 18 വയസ്സോളം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ സൈക്കിളിൽ വന്ന് നീ കുട്ടികളെ ചേസ് ചെയ്യോടാ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് അങ്ങനെ ഇതാകും, ഒരു കാരണം ഉണ്ടാക്കാൻ വേണ്ടി കാരണം ഉണ്ടാക്കിയത്. അതിനുശേഷം ഇദ്ദേഹം ക്ഷമ പറയാന്ന് പറഞ്ഞപ്പോൾ ഞാനിതിന് ക്ഷമ പറയുന്നു, ഞാൻ ആരെയും ചേസ് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹത്തിന് തൊഴിച്ചു, ഇദ്ദേഹത്തിന്റെ റിബ്സിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിനുശേഷം തൊഴിലുകൊണ്ട് വീണ് ഇദ്ദേഹം അബോധാവസ്ഥയിലായിരുന്നു. പിന്നീട് ഇയാളെ ആക്രമിച്ച് ഇദ്ദേഹത്തിന് ബോധം വന്ന് എഴുന്നേറ്റ് ഓടുകയും തൊട്ടടുത്ത് ഉള്ള ഒരു ട്രാഫിക് ലൈറ്റിൽ വണ്ടികൾ കിടക്കണ്ടായിരുന്നു. അവിടെ ചെന്ന് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പം ഈസ് നോൺ ബ്രിട്ടീഷ് എന്ന് ഈ പുറകെ ഓടി വന്നെന്ന് പറഞ്ഞു. അവൻ ബ്രിട്ടീഷ് അല്ല എന്ന് പറഞ്ഞു. ആളുകൾ ആരും ഇതിനെ സഹായിച്ചില്ല എന്നാണ്. പക്ഷെ ഇതൊക്കെ കേൾവി പോലും ഇതിന് മുൻകാലങ്ങളില്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു പ്രശ്നം വന്ന ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ വരുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നു. അതില്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദനാജനകമായ കാര്യം. എന്താണ് ചെറുപ്പക്കാരൻ ഓടി വീട്ടിൽ കയറി അതിനെ രക്ഷപ്പെട്ടു. ഏതായാലും പിന്നീട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്ത ഇന്റിമേഷന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പിറ്റേ ദിവസം വന്ന് ഇദ്ദേഹത്തോട് ഈ സൈറ്റ് മെഷറും കാര്യങ്ങളൊക്കെ എടുത്ത് പ്ലേസ് ഓഫ് ഓക്കറൻസ് കൊണ്ട് കാണിച്ച് അദ്ദേഹം അത് കേസ് എടുത്തിട്ടുണ്ടെന്ന് ഒരു പോലീസ് ടീമിനെ അന്വേഷിക്കാൻ വെച്ചിട്ടുണ്ടെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളതെന്നാണ് അറിയുന്നത്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് ഞാൻ ഇവിടുത്തെ ചില പൗരപ്രമുഖരുമായി സംസാരിച്ച് നമുക്കൊരു ചീഫ് കോൺസ്റ്റബിളിന് ലിവർപൂൾ സിറ്റി ചീഫ് കോൺസ്റ്റബിളിന് ഒരു പരാതി കൊടുക്കണം എന്ന് ആലോചിക്കുന്നുണ്ട്. അതോടൊപ്പം ഇദ്ദേഹത്തോടെ ഈ വിക്ടിമിനോട് ഞാൻ ചോദിച്ചത് നമുക്ക് ഇവിടുത്തെ ന്യൂസ് പേപ്പറുകളിൽ ഒരു വാർത്തയാക്കിയാൽ പ്രയോജനം. കാരണം ഇതിനു മുമ്പ് ക്രോക്സത്തിലൊരു ഫാമിലിക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ക്രോക്സത്തിലൊരു ഫാമിലിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവരെ വീട് നിരന്തരം ആക്രമിക്കുകയും അതുപോലെ തന്നെ അവരെ വണ്ടി തല്ലി പൊളിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരിങ്ങനെ നിരാടംബരായി. ഞാനും വന്ന കാലത്താണ്. അപ്പം എനിക്ക് ഈ സംഭവം അറിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും അവിടെ വരെ പോയി. നാട്ടിലെ ഒരു രീതി വെച്ച് നാട്ടിലും ചെറിയ പൊതുപ്രവർത്തനം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ചർച്ച ചെയ്യുന്നപ്പോൾ കണ്ടു വളരെ വിഷം തോന്നി. അപ്പം പോലീസ് വന്നിട്ട് അവര് നിങ്ങളോടൊന്ന് മാറി താമസിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് അഡ്വൈസ് ചെയ്തിട്ട് പോയതാണ്. എന്താണെങ്കിലും ഞാൻ അവരോട് ചോദിച്ചു, ഞാനിതൊരു എക്കോയിൽ വിളിച്ച് ലിവർപൂൾ എക്കോയിൽ വിളിച്ചതെന്ന് പറയട്ടെ. അപ്പോൾ പറഞ്ഞാൽ അതായത് ഞാൻ ലിവർപൂൾ എക്കോയിൽ വിളിച്ചു കഴിഞ്ഞപ്പം അവിടുത്തെ അന്ന് അവിടെ ലാൻഡ് ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് ഒരു റിപ്പോർട്ടറോട് സംസാരിക്കാൻ ഒരു അവസരം തരാമോ എന്ന് ചോദിച്ചു. എന്തായാലും ഭാഗ്യത്തിന് ഒരു പെണ്ണിനെ അത് കണക്ട് ചെയ്ത് കൊടുത്തു. ഒരു പെൺ റിപ്പോർട്ടറെ എനിക്ക് കണക്ട് ചെയ്ത് തന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് വന്നേക്കുന്ന ആളുകളാണ്. ഓൾമോസ്റ്റ് ആളുകളും വർക്കിംഗ് ഇൻ NHS ആൻഡ് ഹെൽത്ത് കെയർ ഏരിയയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഞങ്ങളായിട്ട് ഈ സമൂഹത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഒരു പൈസയുടെ പോലും നിങ്ങളുടെ പോലീസിങ്ങിന് പോലും ഞങ്ങൾക്ക് ആവശ്യമില്ല. അത് ഞങ്ങളൊരു ക്രൈമിൽ പോലും ബന്ധപ്പെടുന്നവരാണ്. പക്ഷെ ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയാണോ എന്ന് അതുകൊണ്ട് മേഡം ദയവ് ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യണം. എന്തായാലും കേട്ട സ്ത്രീ വളരെ നല്ല മനുഷ്യത്തെയായിരുന്നു. അവര് വളരെ പെട്ടെന്ന് തന്നെ എക്കോയുടെ ന്യൂസ് പേപ്പറിന്റെ വണ്ടി സംവിധാനമൊക്കെ ആയിട്ട് ഈ സ്ഥലത്ത് വന്നു. അവരിതെല്ലാം അന്ന് ഇന്റർനെറ്റിലൊന്നും ഇതുപോലെ സംവിധാനങ്ങളായി വരുന്നു. അവർ വളരെ പെട്ടെന്ന് ഇതെല്ലാം ന്യൂസ് ഇന്റർനെറ്റിൽ അന്ന് എക്കോ ഉണ്ട് ഇന്റർനെറ്റിൽ. എന്തായാലും ഇന്റർനെറ്റിൽ ആ ന്യൂസ് വളരെ പെട്ടെന്ന് വന്നു. പിറ്റേ ദിവസം എക്കോ ന്യൂസ് പേപ്പറിൽ അത് വലിയ വാർത്തയായി വന്നു. അവര് ഈ അന്യനാട്ടിൽ നിന്ന് നമ്മളെ സഹായിക്കാതെ നമ്മുടെ എല്ലാവരുടെയും പ്രായം ചെന്ന മനുഷ്യരെ നോക്കാനും വന്നേക്കുന്ന മനുഷ്യരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയല്ലെന്നും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് ന്യൂസ് പേപ്പർ വാർത്ത വന്നുകൂടി. ഡെപ്യൂട്ടി ചീഫ് കോൺസ്റ്റബിൾ ലിവർപൂൾ ഡെപ്യൂട്ടി ചീഫ് കോൺസ്റ്റബിൾ അവർ വീട്ടിൽ ചെന്ന് ഇവരോട് പറഞ്ഞു, എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് എന്ത് പ്രൊട്ടക്ഷൻ വേണം തരാം. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളുടെ വണ്ടി റീപ്ലേസ് തരാം. പോലീസ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് വണ്ടി റീപ്ലേസ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ അവരുടെ വീട് മാറി ഇച്ചിരി കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വീട് മാറി കൊടുത്തു. അവർക്ക് വന്ന എല്ലാ നഷ്ടങ്ങളും പരിഹരിച്ചു. അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചു. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ നമുക്ക് എക്കോയിലൊന്ന് വിളിച്ച് പറയാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അത് നാട്ടിലുള്ള ആളുകൾക്ക് അറിയില്ല. അപ്പൊ അത് അവർക്കൊക്കെ ബുദ്ധിമുട്ടാവും. എനിക്ക് വിഷമം ഉണ്ടായിട്ടില്ല, പക്ഷേ നാട്ടിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാകില്ല. അതുകൊണ്ട് ഇതിന്റെ പേരിൽ വിക്ടിമിനെ അന്വേഷിച്ചായിരുന്നു നടക്കരുത്. അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് മനസ്സിലായി പറഞ്ഞു. കാരണം ഈ വാർത്ത വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നാട്ടിലുള്ള ആളുകൾ അറിയും. അത് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കൊക്കെ വിഷമമാകും. അതുകൊണ്ട് അത് വേണ്ടാന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനതുകൊണ്ട് എന്റെ സൈഡിൽ നിന്ന് ഈ വിക്ടിമിനെ സംബന്ധിച്ചുള്ള ഒരു വാക്ക് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആകെ ഇവിടുത്തെ ആളുകളോട് പറയാനുള്ളത്, ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ്. മോശമാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് ഇവിടുത്തെ വൈറ്റ് നാഷണലിസ്റ്റുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് അവിടെ വെള്ളക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ബ്രിട്ടീഷ് നാഷണലിസ്റ്റുകളുടെ ഇടയിൽ ഒരു യൂണിഫോം ഉണ്ടാകാൻ. ആ യൂണിഫോം ഇപ്പൊ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരുന്ന അവസ്ഥയിൽ ഇവിടെ നേരത്തെ 1982 മുതൽ ബ്രിട്ടീഷ് നാഷണൽ പാർട്ടി എന്ന പാർട്ടി വരുന്നുണ്ട്. ആ പാർട്ടിക്കൊന്നും വലിയ ഇൻഫ്ലുവൻസ് ഇല്ല. അവര് എനിക്ക് തോന്നുന്നത് യൂറോപ്യൻ ഇലക്ഷനിലോ മറ്റേ ഒരു പ്രാവശ്യം ഒരു സീറ്റിലോ മറ്റേ ജയിച്ചിട്ടുണ്ടെന്ന് എന്റെ ഓർമ്മ. അത് വിളിച്ചാൽ അവർക്ക് വലിയ സ്വാധീനം. നിങ്ങൾ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് വന്നു. ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് ഇസ്ലാമിനെതിരായിരുന്നു. അവര് ഇസ്ലാമിക മോസ്കുകളിലേക്കും അവിടെ തന്നെ
പ്രശ്നം ഉണ്ടാകുന്ന മേഖലയിൽ മാർച്ച് നടത്തുകയും അവർ ഡിഫെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇസ്ലാം ഇംഗ്ലീഷ് സംസ്കാരം സംരക്ഷിക്കാൻ വേണ്ടുന്നവർ അവരെല്ലാം ശ്രമിച്ചിട്ട് ഒരു പൊളിറ്റിക്കൽ സിനേറിയയിൽ വലിയ ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിയില്ല. കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വരുന്നു, ലേബർ പാർട്ടി വരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ സ്വാധീനമൊന്നും ചെലുത്താൻ കഴിയും. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം വളരെ മോശം. ഞാൻ നിങ്ങളെ ഒരു കാര്യം വഴി ഇന്നലെ മിനിഞ്ഞാന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UN സംസാരിച്ചിട്ടുണ്ട്. ആ UN സംസാരിച്ചതിന്റെ ഇമ്പാക്ട് എത്രമാത്രം UK ഉണ്ടാകും എന്നറിയാൻ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതിന്റെ ഇമ്പാക്ട് വരാൻ പോകുന്നത് വളരെ വലുതാണ്. അദ്ദേഹം പറഞ്ഞ പോയിന്റ്സ് മാത്രം നിങ്ങൾ വായിച്ചിരിക്കുക. യുവർ കൺട്രി ഈസ് ഗോയിങ് ടു ഹെൽ. നിങ്ങളുടെ ഈ രാജ്യം, അതായത് ബ്രിട്ടൻ എന്ന് പറഞ്ഞ രാജ്യം നരകതുല്യമാകാൻ പോകും. കാരണം അസൈലം സീക്കേഴ്സ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഈ രാജ്യം ഭീകരമായി ഒരു ദുരന്തത്തിലേക്ക് പോവുകയാണ്. ടെറിബിൾ മാൻ ഇൻ ലണ്ടൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ എവറിത്തിങ്. അതായത് ലണ്ടനിലെ മേയർ എന്ന് പറയുന്നത് ആണ് ഈ ഇതിനെല്ലാം കാരണക്കാരൻ. അതായത് ശ്രദ്ധിക്കുക, അവിടെ ശരിയ കോർട്ടുകൾ വ്യാപകമായി ഇദ്ദേഹം മേയർ ആയതിനു ശേഷം വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്നത് ഈ ഇമിഗ്രേഷൻ ഇസ് ഗോയിങ് ടു സൂയിസൈഡ് വെസ്റ്റേൺ കൺട്രീസ്. അതായത് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ രാജ്യത്തെ നിങ്ങളുടെ രാജ്യത്തെ സൂയിസൈഡ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ രാജ്യം സ്വയം ആത്മഹത്യ ചെയ്യാൻ പാടുന്ന സ്ഥിതിയിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിന്റെ വാല്യൂസ് അതിനുശേഷം വന്ന ചർച്ചകളിൽ ഒന്നാണ് ഇസ്ലാം എന്ന് പറയുന്ന അതിന്റെ വാല്യൂസ് ഒരു ബ്രിട്ടീഷ് വാല്യൂസുമായിട്ട് ഒരിക്കലും കോയിൻസൈഡ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതുപോലെ ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇതിനകത്ത് പ്രധാന പോയിന്റ് ആണ് ഇസ്ലാമിക വിരുദ്ധമാണ്. നിങ്ങളുടെ രാജ്യം എന്ന് പറഞ്ഞ ഹെല്ലായി ഒരു നരകമായി മാറാൻ പോകുന്നു. ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് ഭയങ്കര പ്രതിസന്ധി സൃഷ്ടിക്കാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ശരിയ കോർട്ട് എന്ന് പറയുന്നത് വ്യാപകമായി കൂടുന്നു. നിങ്ങളുടെ സംസ്കാരം നശിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അവെയർ ആകുക, നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കാനാണ് ട്രംപ് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇനി ഞാൻ ഇതിന്റെ നാൾവഴികളെന്ന് പറയാം. നാൾവഴികളെന്ന് പറഞ്ഞാൽ ഈ പ്രധാനമായിട്ട് ഇവിടെ 2000 പറഞ്ഞതിൽ വസ്തുതകളില്ലേ? ഇല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതി. എവിടെ ചെന്നാലും അവിടെയൊക്കെ ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിനും ഉണ്ടാക്കി. തെരുവുകളിൽ നമസ്കരിക്കാൻ ഓരോ ഏരിയകളും മുസ്ലിങ്ങൾ പിടിച്ചെടുത്ത് അവിടെയൊക്കെ ശരീഅത്ത് നിയമങ്ങൾ കൊണ്ടുവന്ന് മതവൽക്കരിക്കാൻ ശ്രമിച്ച് അഭയം നൽകിയ രാജ്യത്തെ തടസ്സപ്പെടുത്താനും തകർക്കാനും ശ്രമിക്കുന്ന ഒരു രീതി ഇവർ ഫോളോ ചെയ്തപ്പോൾ ട്രംപ് ഇവർക്ക് മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ വലിയ പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ ചവിട്ടി പുറത്താക്കാതെ നിങ്ങൾക്കൊരിക്കലും ഈ രാജ്യത്ത് സമാധാനം സ്ഥാപിക്കാൻ സാധിക്കില്ല. സ്വന്തം ജനങ്ങൾക്കെങ്കിലും സമാധാനം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണമെങ്കിൽ, സന്തോഷവും നിർഭയത്വവും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണമെങ്കിൽ ഈ ശരീഅത്ത് നിയമക്കാരെ കരുതിയിരുന്നിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാകും എന്നാണ് അദ്ദേഹം കാണിച്ചു പറഞ്ഞത്. നമ്മുടെ ഈ കേരളത്തിന്റെ അവസ്ഥ തന്നെ നമുക്കറിയാം. ഈ മത തീവ്രവാദികളെ പ്രീണിപ്പിച്ചും അതുപോലെ അവരെ പ്രലോഭിപ്പിച്ചും അവർക്ക് മുന്നിൽ മുട്ടിലിഴഞ്ഞുമാണല്ലോ നമ്മുടെ നാട്ടിൽ ഒരു ജനാധിപത്യം നിലനിന്നു പോകുന്നത്. ആരെ എവിടെയാണ് പിൻപറ്റേണ്ടത് എന്ന് യാതൊരു ഐഡിയയുമില്ല. ഒരു കൊച്ചുണ്ടായിരുന്നു, മീൻ വിറ്റ് നടന്ന ഒരു കൊച്ച്. അതിനെ ഞാൻ കൊച്ചാക്കി പറഞ്ഞതല്ല, പഠിക്കാൻ വേണ്ടി അത് മീൻ വിറ്റു. ഒടുവിൽ അതിനെ കേരളത്തിന്റെ പുത്രി എന്ന് പറഞ്ഞു പൊക്കിക്കൊണ്ട് നടന്നു. ഇന്നലെ ഉണ്ട് ശീതൾ അതിനെ വലിച്ചു കീറി വെയിലത്ത് വെക്കുന്നത്. പ്രശസ്തിയിൽ ഉയരുന്നതിനനുസരിച്ച് വസ്ത്രം കുറയുന്ന ഒരു പ്രതിഭാസമാണെന്ന് പറഞ്ഞിട്ട്, പണം കൂടുന്നതിനനുസരിച്ച് വസ്ത്രം കുറയുന്ന ഒരു പ്രതിഭാസമാണെന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് 7-8 ലക്ഷത്തോളം ആളുകളിലേക്ക് ആ വീഡിയോ എത്തി. അതാ ശീതള് സരസമായി വളരെ നല്ല രൂപത്തിൽ മർമ്മപ്രധാനമായിട്ട് കേരളത്തിന്റെ ഭൂരിപക്ഷം ആളുകളും പറയാൻ ആഗ്രഹിച്ചത് കുറച്ച് നർമ്മത്തിൽ ചാലിച്ച് കുറിക്കു കൊള്ളുന്ന രൂപത്തിൽ അവതരിപ്പിച്ചത്. അപ്പൊ ആരെ എവിടെയാണ് പൊക്കി പറയേണ്ടത് എന്നറിയില്ല. എതിർഭാഗത്തു വരുന്നത് ഒരു പ്രത്യേക മതവിഭാഗക്കാരാണെങ്കിൽ അവരെ തലങ്ങും വിലങ്ങും ഒന്ന് ഉയർത്തി കൊടുക്കുക, അത്രേ വേണ്ടൂ. ശീതളിന്റെ വീഡിയോ വൈറലായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാനതൊന്ന് മനസ്സിലാക്കി തരാം. വളരെ നല്ല രൂപത്തിൽ അത് കേരളക്കര നെഞ്ചിലേറ്റി. കാരണം കൂടുതൽ ആളുകൾ പറയാൻ ആഗ്രഹിച്ചിരുന്ന വസ്തുത, ഈ കൊച്ച് തലയിൽ തട്ടമൊക്കെ ഇട്ടിട്ടായിരുന്നു ആദ്യം വന്നിരുന്നത്.
തലയിൽ തട്ടമിടണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ചില ആളുകളൊക്കെ പ്രശസ്തി കൂടുമ്പോൾ സോഷ്യൽ മീഡിയയിൽ താനെന്തോ സംഭവമാണ് എന്ന് തോന്നുമ്പോൾ വസ്ത്രം ഊരി എറിയുന്ന ഒരു രീതി നമ്മൾ സുലഭമായി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നു. അത് ശീതള തന്നെ പറയട്ടെ, അതാണ് ഇതിന്റെ ഒരു ഭംഗി. അമൂൽ ബേബിയാണ്. അറിയുന്നുണ്ട്. അവര് വളർന്നു വരുന്ന ചുറ്റുപാടും പഠിച്ചു വന്ന കൾച്ചറൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് എന്റെ വീട്ടില് പഠിപ്പിച്ച ഈ പെങ്കൊച്ചിനെ എവിടെയാ കണ്ടിരിക്കണല്ല? എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഒരു മകൾ എന്ന അപ്പോ മീൻ വിറ്റ് നടന്ന പെണ്ണ് 20-ാമത്തെ വയസ്സിൽ യൂണിഫോമും ഒക്കെ ഇട്ടുകൊണ്ട് വലിയ വാർത്തകളും മറ്റുമല്ലായിരുന്ന അന്നല്ലേ പിണറായി വിജയൻ ഇത് കേരളത്തിന്റെ പുത്രിയാണ്, ഇനി എല്ലാവിധ പിന്തുണയും ഞാൻ തരും, ഇനി കേരളം അങ്ങ് ഏറ്റെടുക്കണം, അയ്യോ അപ്പോ വളർത്തി വികസിപ്പിച്ചെന്ന് പറഞ്ഞപ്പോ ഈ പരുവായെന്ന് അറിഞ്ഞൂടേട്ടാ. വാല്യൂസ് ഒക്കെ ഇൻബിൽറ്റ് ആയിട്ട് ഉണ്ടാവുന്നതാണ്. നേരം വെളുത്തപ്പോ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ ദുഷിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടാ. നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്കുണ്ടല്ല പൈസയൊക്കെ എങ്ങനെ ലാഭിക്കണം എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണ. കാശ് ഒരു കൂട്ടം കിട്ടിക്കഴിഞ്ഞാൽ തുണി കുറഞ്ഞ് അവിടെ ഇവിടെ നാട്ടുകാർക്ക് വേണ്ടിയോ മറ്റോ ഇത്തിരി പറ്റിച്ചു വെച്ചുകൊണ്ട് നടക്കും. ഇട്ടും കൊണ്ട് ഇറങ്ങണ അവർക്ക് യാതൊരു നാണമില്ല. പിന്നെ നാട്ടുകാർ നാണം കെടുമല്ലോ, നാട്ടുകാർ നാണിച്ചു കുനിയല്ലോ എന്നുള്ള ഒരു ചിന്തയുടെ പുറത്ത് എങ്ങാണ്ട് ഇത്തിരി അവിടെ ഇവിടെ പറ്റിച്ചു വെക്കണയാണ്. പിന്നെ ഒരു ലാഭമുള്ളത് സാരി ആണെങ്കിലും പാവാടകളാണെങ്കിലും ബ്ലൗസ് എന്ന് പറയണ സാധനം വാങ്ങൂല. അത്രയും കൂടെ കാശ് ഒരു കൂട്ട ലാഭമാണ് കേട്ടാ. ഇട്ടിരിക്കണ ബ്രേസറിന്റെ കൂടെ സാരി എടുത്തു കൊടുത്തോളൂ, അല്ലെങ്കിൽ പാവാട ഇട്ട് അങ്ങ് ഇറങ്ങിക്കോളൂ. പണ്ട് ഈ മാറുമുറയ്ക്കൽ സമരമൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് കേട്ടാ. ജാതിപ്പെട്ട ആളുകൾക്കൊന്നും മാറു മറയ്ക്കാനുള്ള അവകാശം അന്നൊന്നും ഇല്ലായിരുന്നപ്പോളെ എത്ര പേർക്ക് അറിയാൻ പറഞ്ഞുകൂടാ. ഇപ്പൊ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങളെ നെഞ്ച് പകുതിയാ മുക്കാലാ മുഴുവനാക്കാൻ ഞങ്ങൾ തുറന്ന് കാണിക്കുന്നത്. ആർക്കിപ്പോ ഇത്ര ബുദ്ധിമുട്ട്? അല്ല, എനിക്കിത് തുറന്നു വെച്ചുകൊണ്ട് ഇത്തിരി സമയമൊക്കെ ഇരുന്ന് എന്റെ തീർക്കണം എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ ഇരുന്നോ. അതുകൊണ്ട് റോഡിൽ ഇറങ്ങിയാലോ അല്ലെങ്കിൽ അതെടുത്ത് വീഡിയോ പിടിച്ച് അല്ല, 4 പേരെ കാണിക്കണം. ഒന്ന് എനിക്ക് ഇത്രക്കുണ്ട് സാധനങ്ങള്, കുറച്ച് മുഴുത്തതാണ്, കുറച്ച് വെളുത്തതാണ്, ഇന്ന അടയാളങ്ങൾ ഉണ്ടെന്നൊക്കെ മറ്റുള്ളവര് കാണും. അപ്പൊ അതൊരു സന്തോഷം. പക്ഷെ അവര് കാണിക്കും, നോക്കരുത്, അത് വീഡിയോ പിടിച്ച് പുറത്തിടരുത്, അതിനെക്കുറിച്ച് അഭിപ്രായം പറയരുത്, വിമർശിക്കരുത്. അവര് കാണിക്കും, കാണരുത്, കണ്ണടച്ചു വെച്ച് മിണ്ടാതെ പൊയ്ക്കൊള്ളണം. മൊത്തം പ്രദർശിപ്പിച്ചാലും ആളുകൾ 100 അഭിപ്രായങ്ങൾ പറയും. എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു പോയാ പെണ്ണുങ്ങളാ പറയണെങ്കിൽ അവള് പോലെ സ്ത്രീ, അവള് സാധാരണ അമ്മച്ചി കളിക്കണെന്ന് പറയും. ആണുങ്ങളാ പറയണെങ്കിൽ അവന്മാര് 2-ാം പൊക്കം ജയിലിൽ കിടന്ന് ഉണ്ടതിനേണ്ടി വരും. ഒരു വക നമ്മളാരും പറഞ്ഞുകൂടാ. നമ്മളൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണം, മിണ്ടിക്കൂടാ. ഉദ്ഘാടനത്തിന് എഴുന്നള്ളിക്കുന്ന കുറെ എണ്ണങ്ങളുടെ കാര്യം പോട്ടെ, അവൾമാരുടെ ജീവിത മാർഗമായിരിക്കും തിരിഞ്ഞും മറിഞ്ഞു നിന്ന് ഫ്രണ്ടും ബാക്കും കാണിച്ച് ജീവിക്കുന്ന അങ്ങനെ കുറെ തൊലിഞ്ഞ ജന്മങ്ങൾ. ഇങ്ങനെ പൈസ ഉണ്ടാക്കി ജീവിച്ചിട്ട് അവൾമാർക്ക് തിന്നാ ഇറങ്ങുമോ കിടന്ന ഉറങ്ങുമോന്നൊന്നും നമുക്ക് അറിഞ്ഞുടപ്പികളെ. ഇതൊക്കെ എന്തൊരു ഭാവിച്ചാണ്. ഈ പെണ്ണ് മീന് കച്ചവടം ചെയ്ത് ശരി എല്ലാവരും അംഗീകരിച്ച് ഇവിടെ ചേർത്ത് നിർത്തി. ഇതൊക്കെ ഏത് 5-6 കൊല്ലം മുമ്പ് മര്യാദയ്ക്ക് തുണി കൊടുത്തുകൊണ്ട് നടന്ന പെൺകൊച്ചാണ് കേട്ടാ. ഒരു ഉടുപ്പില്ല. എന്നിട്ട് ഇന്ന് പറയണത് എന്റെ മൂല്യം, എന്റെ മൂല്യം, ഞാൻ പഠിച്ച മൂല്യം. നാട്ടുകാരെ മൂല്യങ്ങളും സംസ്കാരങ്ങളും പഠിപ്പിക്കുകയാണ് തുറന്നു വെച്ചുകൊണ്ട്. ഈ അവതാരങ്ങളെല്ലാം പിടിച്ചു വെച്ചും കൊണ്ട് ഇന്റർവ്യൂ നടത്തി നാട്ടുകാരുടെ പ്രഷർ കൂട്ടാൻ വേണ്ടി കുറെ തൊലിഞ്ഞ ചാനൽ, ഓൺലൈൻ ചാനൽ. ഇപ്പൊ ഇതിനെയൊക്കെ പിടിച്ചിട്ട് സംസാരിക്കുന്ന പെണ്ണൊക്കെ നല്ല രീതിയിലൊക്കെ വന്ന പെണ്ണാണ് കേട്ടോ. കുറെ നാൾ മുമ്പൊക്കെ രീതിയിലൊക്കെ കാണുന്ന പെണ്ണുങ്ങൾ തന്നെ ഇത്ര അടപ്പതിച്ചാണ്. ഇതിനെയൊക്കെ കാണിച്ചാലേ ആളുകൾ കാണുള്ളൂ. ഇതൊക്കെയാണ് ആളുകൾ കാണുന്നത്. എവിടെയൊക്കെ സ്ഥാനത്ത് ഒരു എഴുത്തുകാരിയുടെ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകയുടെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകളെ പിടിച്ചുകൊണ്ടിരുത്തി വർത്താനം പറയ വെച്ച് ആരെങ്കിലും തിരിഞ്ഞു നോക്കുക. എല്ലാവർക്കും ഇത് കണ്ടാൽ മതി. വന്ന് പെണ്ണിന്റെ ശരീരത്തിനെ വിലയില്ലാതായി. ഇല്ല, അതിന് ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുവരുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? ഒന്ന് തുണി, അല്ലെങ്കിലേ കുറച്ച് തുണിയെ അവർ എടുത്തിട്ടുള്ളൂ. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവരുടെ ശരീരത്തിന്റെ നഗ്നത എത്രമാത്രം മറ്റുള്ളവർ കണ്ട് ആസ്വദിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവരാണ്, സമ്മതിക്കുന്നു. തുണിയൊന്ന് മാറ്റിയും മറിച്ചും തുണിയൊന്ന് അകത്തി അകത്തുള്ളതുകൂടി കുറച്ചൊന്ന് ആളുകളെ കാണിച്ചാൽ മാത്രം സമാധാനം കിട്ടുന്ന ഒരു വിഭാഗം ആളുകൾ ഇവര് കാണിക്കും പറയുന്നത്. കുറച്ചു മുമ്പ് ഈ കൊച്ചിന്റെ വേറെ 1-2 കാര്യങ്ങൾ ഞാൻ കണ്ടിരുന്നു.
വേറെ സോഷ്യൽ മീഡിയയിലെ ഒരു ഭർത്താവ് മരിച്ച ഒരു പെണ്ണ്, അതിനെന്തോ ഗർഭമുണ്ടായിരുന്നെന്നോ അലസിപ്പിച്ചെന്നോ ഒക്കെ പറഞ്ഞിട്ട് ഈ പെണ്ണ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അല്ല, ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ, അധികമായി പോകും. അതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. എനിക്കൊരാളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നത് ഇഷ്ടമുള്ള ആളല്ല ഞാൻ. വ്യക്തിപരമായി ഒരാളെ അധിക്ഷേപിക്കുന്നതോ അവരുടെ പേഴ്സണൽ ചോയ്സിലേക്ക് കയറുന്നതോ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവരാദ്യം മതം പറഞ്ഞു വരും. ക്യൂടെക്സ് ഇടുന്നത് ഹറാമാണ്. ഇസ്ലാമിൽ പെർഫ്യൂം ധരിക്കാൻ പാടില്ല. അയ്യോ, ഞങ്ങളുടെ മതത്തിൽ അത് ഹറാമാണ്. കുറച്ച് കഴിയുമ്പോൾ തുണി തന്നെ ഊരി എറിഞ്ഞിട്ട് നിക്കറിട്ടിട്ട് തായ്ലാന്റിൽ പോണ അങ്ങനെയുള്ള ആളുകൾ മതത്തെക്കുറിച്ച് തൽക്കാലം ഒന്ന് പറയാതെയെങ്കിലും ഇരിക്കും. പിന്നീട് മാതാപിതാക്കൾ വരും, ഞങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്ന് ആരാ പറഞ്ഞത്? എന്റെ മോൾക്ക് അവനോട് കൂടെ പോകാൻ ഇഷ്ടമായിരിക്കും, പോയിക്കോട്ടെ, കുഴപ്പമില്ല. ഈ മതത്തെ ചാരിയിട്ടാണ് ഇവരെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നത്. ഇത് മാത്രമല്ല, പല വിഷയങ്ങളിലും നമുക്കിത് തന്നെയാണ് അഭിപ്രായങ്ങൾ പറയാനുള്ളത്. അപ്പോ അർത്ഥനഗ്നയായി പ്രത്യക്ഷപ്പെട്ട് അതാണ് സൗന്ദര്യത്തിന്റെ ലക്ഷണം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. സോഷ്യൽ മീഡിയയിൽ നാലാളാ കാണണമെങ്കിൽ, അറിയണമെങ്കിൽ, എന്റെ സൗന്ദര്യം മറ്റുള്ളവരൊന്ന് ആസ്വദിക്കണമെങ്കിൽ തുണിയില്ലാതെ നിന്നാൽ അതാണ് സൗന്ദര്യം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരെയും അങ്ങനെയാണെന്നല്ല പറയുന്നത്. മുമ്പ് ശീതൾ പറഞ്ഞതുപോലെ മറയ്ക്കാനായിരുന്നു നടന്നിരുന്നതെങ്കിൽ ഇന്ന് തുറക്കാനുള്ള സമരമാണ് നടക്കുന്നത്. എന്നിട്ട് ബസ്സില് എവിടെയെങ്കിലും ഒക്കെ പോയി, അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നു, ആരെങ്കിലും നോക്കി, അവൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് അവന്റെ പേരിൽ കൊണ്ടുപോയി കേസ് കൊടുക്കും. അപ്പോ നമ്മുടെ ശരീരമാണ് എത്ര ഭാഗം, എത്ര പേര് എങ്ങനെ കാണണം എന്നത് നമ്മളാണ് തീരുമാനിക്കുന്നത്. ചിലപ്പോ വീട്ടിനകത്തിരുന്ന് കുറേ മുഷിഞ്ഞ് ഇസ്ലാമിക കൾച്ചറിലുള്ള വീടുകളായിരിക്കും. അപ്പോൾ നൈറ്റിയും പാവാടയും ഉടുപ്പും ചുരിദാറും ഒക്കെ ഇട്ട് മുഷിഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് കാറ്റും വെളിച്ചവും കയറട്ടെ എന്ന് കരുതി തുറന്നിട്ടിട്ട് പുറത്തിറങ്ങിയതാണോ എന്നറിയില്ല. എന്തായിരുന്നാലും നാലാള് എന്റെ മാറും മോറും ഡാഷും ഒക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവരിറങ്ങിത്തിരിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് നോക്കുന്നവർക്കെതിരെ കംപ്ലൈന്റുമായിട്ട് വരാതിരിക്കുക. ഇത് കണ്ടിട്ട് അതിനെ വിമർശിക്കുന്നവർക്കെതിരെ കംപ്ലൈന്റുമായിട്ട് വരാതിരിക്കുക. കാണിച്ചാൽ കാണും, പറയിപ്പിച്ചാൽ പറയുകയും ചെയ്യും. ഇതാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോ കേരളം ഈ രൂപത്തിലാണ് അധപ്പതിക്കുന്നത് എന്ന് പറയാം. ആരെ എവിടെ എപ്പോൾ സുഖിപ്പിച്ചു പറയണം എന്ന് നമ്മുടെ നാടിന് മാത്രം യാതൊരു ഐഡിയയും ഇല്ലാത്ത വിധത്തിലായി.